പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടി, അവിടുത്തെ വചനം കേൾക്കാൻ വേണ്ടി, അവിടുത്തെ ആരാധിക്കാൻ നമ്മൾ ഒരിക്കൽ കൂടി ഈ സ്ഥലത്ത് ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. സന്തോഷത്തോടെ പറ ഹല്ലേലൂയ, ശക്തിയോടെ ഹല്ലേലൂയ. കർത്താവിൻ്റെ വചനം കേൾക്കുമ്പോൾ നമ്മുടെ ഇടയിൽ സൗഖ്യങ്ങൾ സംഭവിക്കട്ടെ. ആമേൻ. പറഞ്ഞേ ഹല്ലേലൂയ. കർത്താവ് നമ്മുടെ മനസ്സുകളെ ശക്തിപ്പെടുത്തട്ടെ. പറഞ്ഞേ ഹല്ലേലൂയ. നമ്മുടെ കുടുംബങ്ങളിൽ സമാധാനം നിറയട്ടെ. പറഞ്ഞേ ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ശക്തിയോടെ ഹല്ലേലൂയ. ഏറ്റവും പ്രധാനമായിട്ട് ഒരുമിച്ച് ദൈവമക്കൾ പ്രാർത്ഥിക്കണം. നമ്മൾ വചനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് സാത്താന്റെ നരകത്തിന്റെ വാതിലുകൾ ഇളകണം. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ ഹല്ലേലൂയ. ലോകത്തിൽ നമ്മൾ ഈ സമയം വചനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ലോകത്തിൽ പല അൾത്താരകളിൽ ബലിയർപ്പണം നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഈശോയുടെ തിരുശരീരം, ഈശോയുടെ തിരുരക്തം, ഈശോയുടെ സാന്നിധ്യം ഒരിക്കൽ കൂടി ഭൂമിയെ സ്പർശിക്കുന്ന സമയമാണ്. സാത്താന്റെ വാതിലുകൾ ഇളകും. നമ്മൾ വചനം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നരക വാതിലുകൾ ചിതറിത്തെറിക്കും. ശക്തിയോടെ ഹല്ലേലൂയ. സന്തോഷത്തോടെ ഹല്ലേലൂയ. വേണ്ടി ഇന്ന് പ്രാർത്ഥിച്ച് ഒരു കുഞ്ഞു കാര്യം നിങ്ങളുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. നല്ല തീഷ്ണതയോടെ വചനമൊക്കെ കാണാപ്പാടം അറിയാമെങ്കിൽ ബൈബിൾ എടുക്കണ്ട. ബൈബിള് കാണാതെ അറിയത്തില്ലാത്തവരൊക്കെ വചനമൊക്കെ എടുത്ത് വായിച്ച് ധ്യാനിച്ച് നല്ല വിശ്വാസത്തോടെ ദിവസം പ്രാർത്ഥിക്കണം. കർത്താവ് ഒരു വലിയ കാര്യം നമുക്ക് വേണ്ടി ചെയ്യുന്നു. കർത്താവ് നമുക്ക് വേണ്ടി സംസാരിക്കാൻ പോകുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷത്തോടെ ഹല്ലേലൂയ. പഴയ നിയമത്തിൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 43 അധ്യായം എടുത്ത് വായിച്ച് ആരംഭിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 43 അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ നല്ല ശ്രദ്ധയോടെ ഈശോ നമുക്ക് നൽകുന്ന ഈ ഒരു ദിവസം നമ്മൾ സംസാരിക്കുന്ന വചനം സംഭവിക്കുന്നു വിശ്വസിക്കുന്നുണ്ടോ? ആമേൻ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 43 അധ്യായം അതിന്റെ 1-2 വാക്യങ്ങളാണ് വായിക്കാം. നല്ല ശ്രദ്ധയോടെ കേൾക്കുക. ഒരുമിച്ച് വായിക്കാൻ ബൈബിൾ കയ്യിലുള്ളവർ ഒരുമിച്ച് വായിക്കുക. യാക്കോബേ, നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലെ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എന്റേതാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ആദ്യമായിട്ടാണോ ഈ വചനം കേൾക്കുന്നത്? അല്ല, എന്തോരം തവണ കേട്ടിട്ടുള്ളതാണ്. ഒറ്റ തവണയും കൂടെ ഇന്ന് ഈ ബലിപീഠത്തിൽ ഈശോയുടെ സാന്നിധ്യം ഉള്ളിടത്തുനിന്ന് അതിൻ്റെ തൊട്ടടുത്ത് നിൽക്കുമ്പോൾ നിങ്ങളിപ്പോൾ ഇവിടെ ഇരുന്ന് കേൾക്കുന്നു, ഓൺലൈനിൽ ഇരുന്ന് കൂടുന്നു, ഈശോ നിങ്ങളുടെ അടുത്ത് തന്നെയുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. കർത്താവ് പറയുന്ന കാര്യമാണ്, യാക്കോബേ, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എന്റേതാണ്. പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷത്തോടെ ഹല്ലേലൂയ. 4 കാര്യങ്ങളാണ് കർത്താവ് പറയുന്നത്. ഒന്നാമത്തെ കാര്യം, പേടിക്കണ്ട, ഭയപ്പെടണ്ട. ഈശോയുടെ സാന്നിധ്യം നമുക്ക് നൽകുന്ന ആദ്യത്തെ ഉറപ്പിതാണ്, സകല ഭയങ്ങളെയും ഈശോയുടെ സാന്നിധ്യം എടുത്തു മാറ്റും. പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങളുടെ കടത്തെ ഓർത്തോ, നിങ്ങളുടെ രോഗത്തെ ഓർത്തോ, നിങ്ങളുടെ സങ്കടങ്ങളെ, നിങ്ങളുടെ കണ്ണുനീരുകളെ ഓർത്തോ, നിങ്ങളെ ഭയപ്പെടുത്തുന്ന എന്ത് കാര്യമാവട്ടെ, ഈശോ പറയാണ് ഇന്ന് ഈ മണിക്കൂറിൽ ആദ്യത്തെ വാഗ്ദാനം ഈശോ നിങ്ങളോട് തരികയാണ്, ഭയപ്പെടണ്ട. പറഞ്ഞേ ഹല്ലേലൂയ. ഈശോ പറയുന്ന വചനത്തിന്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ ഓർക്കണം. ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. ഏറ്റവും പ്രധാനമായിട്ട് ഹൃദയത്തിന്റെ ആഴത്തിൽ ഈശോ എന്നോട് പറയാണ്, നീ എന്റേതാണ്. പറഞ്ഞേ ഹല്ലേലൂയ. അത് കേൾക്കണം. നിങ്ങൾ മാത്രം കേട്ടാ പോരാ. നിങ്ങളെ സങ്കടപ്പെടുത്തുന്ന, നിങ്ങളെ വിഷമിപ്പിക്കുന്ന ആ പിശാച് ഇപ്പൊ അത് കേൾക്കട്ടെ. നിങ്ങളെ വിഷമിപ്പിച്ച ആ പിശാച് അത് കേൾക്കട്ടെ. ഞാൻ എൻ്റെ കർത്താവിൻ്റെതാണ്. പറഞ്ഞേ ഹല്ലേലൂയ. എന്നെ തകർക്കാൻ ശ്രമിച്ച പിശാച് ഇത് കേൾക്കണം. ഞാൻ എൻ്റെ കർത്താവിൻ്റെതാണ്, എൻ്റെ കുടുംബം ഈശോയുടേതാണ്. വലത് ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഈ രോഗപീഠകളിലൂടെ, ഈ കടത്തിലൂടെ, ഈ വിഷമത്തിലൂടെ, ഈ ചതിക്കുഴികളിലൂടെ എന്നെ സങ്കടപ്പെടുത്തിയ പിശാച് ഇത് കേട്ടോ, ഞാൻ എൻ്റെ ഈശോയുടേതാണ്. വലതുകൈ ഉയർത്തി പറ ഹല്ലേലൂയ. വലതുകൈ ഉയർത്തിപ്പിടിച്ച് പറഞ്ഞേ, ഞാൻ ഈശോയുടേതാണ്. പറ, ഞാൻ ഈശോയുടേതാണ്. ആ കൈ അടുത്തിരിക്കുന്നവർക്ക് കൊടുത്തിട്ട് പറ, നീ ഈശോയുടേതാണ്. പറഞ്ഞേ. അവരുടെ ഉള്ളിൽ പിശാചെങ്ങാനും കയറിയിട്ടുണ്ടെങ്കിൽ ആ സാത്താൻ അത് ആദ്യം കേൾക്കണം. സാത്താൻ്റെതല്ല, സാത്താൻ്റെ പിടിയിലല്ല, സാത്താൻ്റെ ഒരാധിപത്യവും നിന്റെ മേലോ നിന്റെ കുടുംബത്തിന്റെ മേലോ ഉണ്ടാകാൻ പാടില്ല. ഉണ്ടെങ്കിൽ ഇപ്പോ ആ വാതിൽ ഇപ്പൊ ചിതറിത്തെറിക്കണം. കാരണം ഞാൻ ആരുടേതാണ്? ഈശോയുടേതാണ്. 2 കരങ്ങൾ ഉയർത്തി സന്തോഷത്തോടെ പറ ഹല്ലേലൂയ. അത് ബോധമായിട്ട്, ബോധ്യം മാത്രമായിട്ടല്ല, നല്ല ഒന്നാം തരം ബോധമായിട്ട് നിങ്ങളുടെ ഉള്ളിലോട്ട് വേണം. ഞാന് കീറി പറഞ്ഞ് നിൽക്കുകയായിരിക്കും, ദാരിദ്ര്യത്തിലായിരിക്കും, പട്ടിണി കിടക്കായിരിക്കും, വലിയ കടബാധ്യത, രോഗങ്ങളായിരിക്കും. പക്ഷെ എൻ്റെ അഡ്രസ്, എൻ്റെ ഐഡന്റിറ്റി, ഞാൻ ഈശോയുടേതാണ്. ഞാൻ ഈശോയുടേതാണ്. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ യാക്കോബേ, നിന്നെ പേര് ചൊല്ലി വിളിച്ചവൻ, നിങ്ങളെ പേരവിടെ ചേർത്ത് വെച്ചോണം. നിന്നെ പേര് ചൊല്ലി വിളിച്ചവൻ പറയുന്നു, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നീ ഭയപ്പെടണ്ട, നീ എന്റേതാണ്.
പറഞ്ഞേ ഹല്ലേലൂയ. 43:5 നമുക്ക് കാണാതെ അറിയാവുന്ന ഒരു വചനം. എല്ലാ ധ്യാന കേന്ദ്രങ്ങളിലും ഒക്കെ നമ്മൾ വലിയ മുഴുപ്പിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു വചനമാണ്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. 1000 തവണ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പം ഈ ബലിപീഠത്തിൻ്റെ ചൂട് കിട്ടിക്കൊണ്ട് നിങ്ങളത് ഹൃദയത്തോട്ട് ഏറ്റെടുക്ക്. അച്ഛനിവിടെ നിന്ന് ഒരു ഉച്ചഭാഷണിലൂടെ ഒച്ചത്തിൽ പറയല്ല, ഈശോ നിങ്ങളോട് നിങ്ങളുടെ ഹൃദയത്തോടത് പറയാണ്, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. ടു നോട്ട് ബി അഫ്രൈഡ്, ഐ ആം വിത്ത് യു. പറഞ്ഞേ ഹല്ലേലൂയ. എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാതെ ഒരവസാനത്തെ കച്ചിത്തുരുമ്പ് പോലെ കർത്താവിൻ്റെ വചനം കേൾക്കാൻ വേണ്ടി ഇപ്പോൾ വന്നിരിക്കുകയായിരിക്കും. ഒരു പക്ഷേ ഓൺലൈനിൽ ഇതൊന്ന് തുറന്ന് കർത്താവേ എന്തെങ്കിലും ഒരു ആശ്വാസം കിട്ടട്ടെ എന്ന് ഒരു സങ്കടത്തിൽ നിന്ന് നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുകയായിരിക്കും. ഈശോ ഹൃദയത്തിലോട്ട് അത് പറയട്ടെ, ഭയപ്പെടണ്ട, ഞാൻ നിന്റെ കൂടെ ഉണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. വിശുദ്ധ ഗ്രന്ഥത്തിൽ പഴയ നിയമത്തിൽ മറ്റൊരു സുന്ദരമായ വായനയാണ് സഫാനിയ പ്രവാചന പുസ്തകത്തിൽ 3-ാമത്തെ അധ്യായം 16-17 വാക്യങ്ങൾ. അവിടെ ഇങ്ങനെ പറയുന്നുണ്ട്, സിയോനെ ഭയപ്പെടണ്ട, നിന്റെ പേര് ചൊല്ലി വിളിച്ചവൻ നിന്റെ കൈ പിടിച്ചിട്ടുണ്ട്, നിന്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ മധ്യേ ഉണ്ട്. പേടിക്കണ്ട. ദൈവമക്കൾ കേൾക്കേണ്ട ആദ്യത്തെ സുവിശേഷം അതാണ്, ഭയപ്പെടണ്ട. നിങ്ങളെ ഭയപ്പെടുത്താൻ ശ്രമിച്ച ആ പിശാച് വീണ്ടും വീണ്ടും നിങ്ങളോട് പറയും, നിങ്ങളെ തകർക്കാൻ ശ്രമിച്ച കടങ്ങൾ, രോഗങ്ങൾ, നിങ്ങളെ ഒറ്റപ്പെടുത്തിയ വ്യക്തികൾ, നിങ്ങളെ ഈ പട്ടുകുടിയിലേക്ക് ഇട്ട സാഹചര്യങ്ങളെല്ലാം നിങ്ങളെ പേടിപ്പെടുത്തും. നിങ്ങളെ ഇങ്ങനെ കിട്ടുകിട്ടാന്ന് വിറയ്ക്കും. പക്ഷെ അതിന്റെ മുകളിൽ ഉയർന്നു നിൽക്കുന്ന ഈശോ നിങ്ങളോട് പറയുന്ന ഒറ്റ കാര്യം, നീ പേടിക്കണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തി പറഞ്ഞേ ഹല്ലേലൂയ. പഴയ നിയമത്തിൽ നിങ്ങൾ ഉറപ്പായിട്ട് വായിച്ചുള്ള ഒരു പുസ്തകമായിരിക്കും യൂദിത്തിന്റെ പുസ്തകം. കേട്ടിട്ടുണ്ടോ? ആരാ യൂദിത്ത്? ഒരു നല്ല ചേച്ചി അല്ലേ, കർത്താവിൽ ആശ്രയിച്ച് ശത്രുവായ ഹോളഫർണസിനെ വധിക്കാൻ വേണ്ടി ഇസ്രായേലിന്റെ അഭിമാനം ഉയർത്തിപ്പിടിച്ച ഒരു വലിയ പെൺകുട്ടിയാണ്, വലിയൊരു സ്ത്രീയാണ്. ഇസ്രായേലിന്റെ അഭിമാനം എന്നൊക്കെയാണ് ആൾക്കാർ ആ സ്ത്രീയെ കുറിച്ച് വിളിക്കുക. യൂദിത്ത് ഹോളഫർണസിന്റെ ശിരസ് ഛേദിച്ചിട്ട് ഇസ്രായേലിന്റെ കവാടങ്ങൾ കടക്കുന്ന സമയത്ത് കാവൽക്കാർ കേൾക്കുന്ന സ്വരത്തിൽ ഒച്ചത്തിൽ വിളിച്ചു പറയും, ദൈവം, നമ്മുടെ ദൈവം ഇപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. ഇസ്രായേൽക്കാർ വല്ലാത്തൊരു ബുദ്ധിമുട്ടിൽ കടന്നു പോവാണ്. മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല. അവർക്ക് സ്രോതസ്സായിരുന്ന ജലസംഭരണികൾ ശത്രുക്കൾ അടച്ചു. ജീവിക്കാൻ പറ്റാത്തൊരു സ്ഥിതി. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. സഹായിക്കാൻ ആരുമില്ല. പുരോഹിതന്മാർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. നയിക്കാൻ ആളുകളില്ല. ആകെ മുഴുവൻ സങ്കടത്തിൽ നിൽക്കുന്ന ആ ജനത്തെ, ആ കുടുംബത്തെ, ആ കൂട്ടായ്മയെ മുഴുവൻ ശക്തിപ്പെടുത്താൻ വേണ്ടി കർത്താവ് ഒരു വ്യക്തിയെ, യൂദിത്ത് എന്ന് പറഞ്ഞ ഒരു പെങ്കൊച്ചിനെ ഉപയോഗിക്കുകയാണ്. ഒരു കുടുംബത്തെ ഒന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് വരുത്താൻ, ഒരു ദേശത്തെ രക്ഷിക്കാൻ, തളർന്നുപോയ കുറെ മക്കളെ പിടിച്ചുയർത്താൻ വേണ്ടി കർത്താവ് ഒരാളെ തെരഞ്ഞെടുത്തു. ആ ആളെ ഉപയോഗിച്ച് ശത്രുവിന്റെ ശിരസ് ഛേദിച്ചെടുത്ത് അവൾ വിജയത്തിന്റെ വെൺകൊടി പാറിച്ചുകൊണ്ട് ഇസ്രായേലിന്റെ കവാടങ്ങൾ കടന്നു വരുമ്പോൾ അവളുടെ ഉള്ളിൽ നിന്ന് ആ സുവിശേഷം അവൾ പ്രഖ്യാപിക്കുകയാണ്, മക്കളെ ധൈര്യമായിട്ടിരിക്കുക, പേടിക്കണ്ട, ദൈവം, നമ്മുടെ ദൈവം ഇപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ ഹല്ലേലൂയ. അപ്പൊ അത് വല്ലാത്ത സങ്കടത്തിലൊക്കെ നിൽക്കുമ്പോൾ ചിലപ്പോൾ ഇതൊന്നും ബോധം കിട്ടത്തില്ല. കർത്താവേ, നീ കൂടെ ഉണ്ടായിട്ട് ഇങ്ങനെയൊക്കെ ആണോ എന്നൊക്കെ നമ്മൾ ചോദിച്ചു പോകും അല്ലേ. നീ കൂടെ ഉണ്ടായിട്ടാണ് ഇങ്ങനത്തെ രോഗങ്ങൾ, വേദനകൾ, സങ്കടങ്ങളൊക്കെ വന്ന് കർത്താവ് കൈവിട്ടു എന്നൊക്കെ ചിലപ്പോൾ ചങ്ക് പൊട്ടി ചിലപ്പോൾ നിലവിളിച്ച് നമ്മൾ പറഞ്ഞു പോകും. പറഞ്ഞിട്ടില്ലേ? എത്ര തവണ അല്ലേ? ജപമാല എടുത്ത് എണ്ണി നോക്കേണ്ടി വരും എത്ര തവണ ചിലപ്പോൾ നമ്മൾ സങ്കടപ്പെട്ട് പറഞ്ഞത്. 1000 തവണ നിങ്ങൾ സങ്കടപ്പെട്ടെങ്കിലും ഒറ്റ തവണ ഹൃദയത്തിലോട് ഇത് ഏറ്റെടുക്കുക, ദൈവം, എൻ്റെ ദൈവം ഇപ്പോഴും എൻ്റെ കൂടെയുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ എന്ന് അച്ഛൻ ചോദിക്കുന്നില്ല. വിശ്വസിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ ഇവിടെ ഇപ്പോഴും കർത്താവിനെ മുറുകെ പിടിച്ചിരിക്കുന്നത്. ദാരിദ്ര്യമുണ്ട്, സങ്കടമുണ്ട്, രോഗങ്ങളുണ്ട്, മരണം കൺമുമ്പിൽ വന്ന് നിൽക്കുന്നുണ്ട്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത ഒരു ഇരുട്ടിൻ്റെ മുമ്പിൽ നിങ്ങൾ നിൽക്കുന്നുണ്ട്. ഒറ്റ ബോധം, ദൈവം, എൻ്റെ ദൈവം ഇപ്പോഴും എൻ്റെ കൂടെയുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. പലതരം നെഞ്ചോട് ചേർത്ത് പിടിച്ച് നല്ല മുറുക്ക് ഇടിച്ച് എന്നിട്ട് പറ, അറ്റാക്കൊന്നും വരില്ല കേട്ടോ. അറ്റാക്ക് വന്നാലും കുഴപ്പമില്ല. കർത്താവിന്റെ വചനം പറഞ്ഞോണ്ടല്ലേ. പറഞ്ഞേ ദൈവം, നല്ല ഉറക്കെ പറ, ദൈവം, എന്റെ ദൈവം, എന്റെ ദൈവം ഇപ്പോഴും എന്റെ കൂടെ ഉണ്ട്. യൂദിത്തിന്റെ പുസ്തകത്തിലാണ് 13-ാമത്തെ അധ്യായത്തിലാണ് നമ്മളിത് വായിക്കുക. യൂദിത്തിന്റെ വലിയൊരു ബോധ്യമായിരുന്നു, ദൈവം, എന്റെ ദൈവം ഇപ്പോഴും എൻ്റെ കൂടെയുണ്ട്. കണ്ടോ, അച്ഛൻ വന്ന് ഫാനൊക്കെ മാറ്റി വെച്ചത് അച്ഛൻ വേർക്കുന്ന അറിഞ്ഞു. ദൈവം, എൻ്റെ ദൈവം ഇപ്പോഴും എൻ്റെ കൂടെയുണ്ട്. തമാശക്ക് പറഞ്ഞല്ല, കുഞ്ഞു കാര്യങ്ങൾ പോലും കർത്താവ് ശ്രദ്ധിച്ചോളും അല്ലേ. കർത്താവ് ശ്രദ്ധിച്ചോളും. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഇന്ന് ഹൃദയത്തിലോട്ട് ഇത് ഏറ്റെടുക്ക്, വിശ്വാസത്തോടെ. ഇത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇപ്പൊ പരിശുദ്ധാത്മാവോട് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവേ, ഈശോയുടെ ഈ വാക്ക്, വചനത്തിന്റെ ഈ ശക്തി, അത് ഞാൻ ഹൃദയത്തിലോട്ട് ഏറ്റെടുക്കാൻ ഒരു കൃപ എനിക്ക് നൽകണമേ. ദൈവം, എൻ്റെ ദൈവം ഇപ്പോഴും എൻ്റെ കൂടെയുണ്ട്. രോഗം മാറിയോ? കടങ്ങൾ തീർന്നോ? ഇല്ല. മക്കൾ തിരിച്ചു വന്നോ? ഇല്ല. ജീവിത പങ്കാളി നന്നായോ? ഇല്ല. ബാങ്ക് ജപ്തി മാറിയോ? ഇല്ല. ഒന്നും മാറിയിട്ടില്ല.
ഈശോയിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ ബോധ്യമാണ്, ഇതൊന്നും മാറിയില്ലേലും ഞാൻ ജീവിക്കും, ഞാൻ അതിജീവിക്കും, ഞാൻ മുൻപോട്ട് നീങ്ങും. ഒറ്റ കാരണം, അവരുണ്ട്, ഇവരുണ്ട്, ആ പ്രസ്ഥാനങ്ങളുണ്ട്, ഈ പാരമ്പര്യമുണ്ട്, ഒന്നുമല്ല, ദൈവം, എൻ്റെ ദൈവം ഇപ്പോഴും എൻ്റെ കൂടെയുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയാ, ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഈ വായിച്ചുകൊണ്ടിരിക്കുന്ന പഴയ നിയമത്തിലെ കുറച്ച് വചനഭാഗങ്ങളാണ്. പഴയ നിയമത്തിലെ ഇസ്രായേൽ ജനത്തിന് ഏറ്റവും വലിയ ആനന്ദമായിരുന്നു. അവർക്കൊരു ബോധ്യം, ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുമ്പോഴെല്ലാം ഞങ്ങളുടെ അടുത്തേക്ക് ഇങ്ങനെ ഇറങ്ങി വരാൻ ഞങ്ങൾക്കൊരു ദൈവം ഉണ്ട്. നമ്മൾ ആ വചനം വായിച്ചിട്ടില്ലേ? നിയമാവർത്തനം 4:7 ഇങ്ങനെ അവർ പറയുന്നുണ്ട്, ഞങ്ങൾ എന്തൊരു ഭാഗ്യം ചെയ്ത ജനതയാണ്, എന്തൊരു ശ്രേഷ്ഠ ജനതയാണ്. എന്താണ് അവരുടെ ശ്രേഷ്ഠത? ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുമ്പോഴെല്ലാം ദൈവം ഞങ്ങളുടെ അടുത്തേക്ക് ഇറങ്ങി വരാൻ ദൈവം അത്ര അടുത്തുള്ള മറ്റേതൊരു ശ്രേഷ്ഠ ജനതയുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയാ. നമ്മുടെ സഹോദരങ്ങളെ, നമ്മുടെ ആലയത്തിലോ നമ്മൾ ഇന്ന് ഈ വചനം കേൾക്കുന്ന സ്ഥലങ്ങളിൽ നാനാജാതി മതസ്ഥര്, ദൈവത്തെ അറിയത്തില്ലാത്തവര്, ദൈവത്തെ അറിഞ്ഞിട്ട് മനസ്സിലാക്കാത്തവര്, ദൈവത്തെ തള്ളിപ്പറയുന്നവര്, ദൈവത്തെ ഏക സത്യ ദൈവമായി ഈശോ മിശിഹായെ മനസ്സിലാകാത്തവർ എത്ര ആയിരങ്ങളാണ്. പക്ഷെ അതിൽ നിന്നൊക്കെ മാറി നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട് കർത്താവ് കൂടെയുണ്ടെന്ന് ബോധ്യം കിട്ടിയ ഒരു ശ്രേഷ്ഠ ജനതയുടെ ഭാഗമാണ് നമ്മളെല്ലാവരും. പറഞ്ഞേ ഹല്ലേലൂയാ. ഞാൻ വിളിച്ചപേക്ഷിച്ചാൽ എൻ്റെ കർത്താവ് എൻ്റെ അടുത്ത് വരും. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. ഈ ഇസ്രായേൽക്കാർ വലിയ കാര്യമായിട്ട് അതൊന്നും വിശ്വസിച്ചില്ല. നമ്മളിങ്ങനെ ധ്യാനമൊക്കെ കൂടുമ്പോൾ നമ്മൾ പറയും വിശ്വസിക്കുന്നുണ്ടെന്ന്. പക്ഷെ നല്ല ഇടിയും തൊഴിയൊക്കെ കിട്ടുന്ന സമയത്ത് ഇത് പറയുമോ? ഇവിടെ ഇരുന്ന് നുണ പറയരുത്. കുമ്പസാരക്കൂട് ഇവിടെ ഉണ്ടെന്ന് വിചാരിച്ച് നിങ്ങൾ നുണ പറയരുത്, അല്ലേ? നല്ല വിഷമമൊക്കെ വരുമ്പോഴത്തേനും കർത്താവെ വചനം കൊള്ളാം, പക്ഷേ അത് വിശ്വസിക്കാൻ അത്ര വലിയ താല്പര്യം ഇല്ലെങ്കിൽ പറ്റുന്നില്ല. ഹൃദയത്തിൽ അത്ര തുറവി കിട്ടാത്ത സമയങ്ങൾ വരും. ഇസ്രായേൽക്കാർക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകും. നിയമാവർത്തന പുസ്തകമൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഈ മോശയുടെ നേതൃത്വത്തിൽ മരുഭൂമി കൂടെ ഇങ്ങനെ പോയി ദേശത്തേക്ക്, വാഗ്ദത്ത ഭൂമിയിലേക്കൊക്കെ എത്തുന്നതിൻ്റെ ഏറ്റവും അടുത്ത സമയത്താണ് ഈ മോശ ഇതെല്ലാം പറഞ്ഞു കൊടുക്കുന്നത്. നമുക്ക് ഇങ്ങനെ ഒരു ദൈവമുണ്ട്, നമ്മൾ അത്രയും ശ്രേഷ്ഠ ജനതയാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അവർക്ക് അത്ര വലിയ വിശ്വാസമൊന്നും നിറഞ്ഞിട്ടില്ല. അവരുടെ ഉള്ളിൽ നമ്മളെപ്പോലെയൊക്കെ ചിന്ത വന്നു, ദൈവം ഉണ്ടായിട്ട് എങ്ങനെ ഈ അടിമത്തം വന്നേ, ദൈവം ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ പീഡനങ്ങൾ വന്നേ, ദൈവം ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ പട്ടിണി വന്നേ. അവർക്ക് കർത്താവ് ഇറങ്ങിച്ചെന്ന് അവരുടെ ഇടയിൽ ഇടപെട്ടിട്ട് പറഞ്ഞു, നിങ്ങൾ അവിശ്വസിക്കരുത്, ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. അതിനുള്ള അടയാളങ്ങൾ, അത്ഭുതങ്ങളൊക്കെ കർത്താവ് കാണിച്ചു. ഈ നിയമാവർത്തന പുസ്തകം 4-ാമത്തെ അധ്യായത്തിൽ കർത്താവ് അതിൻ്റെ ചില സൂചനകളൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ വിശുദ്ധ ഗ്രന്ഥം ഉള്ളവർ ആ വചനഭാഗം ഒന്ന് എടുക്കണം. നിയമാവർത്തന പുസ്തകം 4-ാമത്തെ അധ്യായത്തിൽ കർത്താവ് അവരുടെ കൂടെ തന്നെ ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി ഒരുപാട് അടയാളങ്ങൾ പ്രവർത്തിച്ചു. 4-ാമത്തെ അധ്യായത്തിൽ 33-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുക, ഏതെങ്കിലും ജനത, ശ്രദ്ധിച്ച് കേൾക്കണേ, ഏതെങ്കിലും ജനത എന്നെങ്കിലും അഗ്നിയുടെ മധ്യത്തിൽ നിന്ന് സംസാരിക്കുന്ന ദൈവത്തിൻ്റെ ശബ്ദം നിങ്ങൾ കേട്ടതുപോലെ കേൾക്കുകയും പിന്നെ ജീവിച്ചിരിക്കുകയും ചെയ്തിട്ടുണ്ടോ? എന്നുവെച്ചാൽ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് ബോധ്യം കൊടുക്കാൻ വേണ്ടി കർത്താവ് അവരോട് അഗ്നിയുടെ മധ്യത്തിൽ സംസാരിച്ചു. പറഞ്ഞേ ഹല്ലേലൂയാ. അങ്ങനെ അഗ്നിയുടെ മധ്യത്തിൽ കർത്താവ് ആരോടെങ്കിലും സംസാരിക്കുന്നത് നിങ്ങൾ ബൈബിളിൽ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? എവിടെ? ഉറക്കെ പറ. മോശ അല്ലെ, കത്തിപ്പടരുന്ന മുൾപ്പടർപ്പിൽ കർത്താവിൻ്റെ സ്വരം മോശ കേട്ടു, കർത്താവിൻ്റെ സാന്നിധ്യം പറഞ്ഞു. അതായത് കർത്താവ് കൂടെ ഉണ്ടെന്നുള്ള ബോധം കിട്ടാതിരുന്ന ഒരു ജനത്തിന് മുമ്പിൽ കർത്താവ് അടയാളങ്ങൾ കാണിച്ചു. ജ്വലിക്കുന്ന അഗ്നിയിൽ കർത്താവിന്റെ സ്വരം ഉയർന്നു കേട്ടു. പറഞ്ഞേ ഹല്ലേലൂയാ. മറ്റൊരു കാര്യം കർത്താവ് ഇങ്ങനെ ചെയ്യുക, 36-ാമത്തെ വാക്യം, നിങ്ങളെ പഠിപ്പിക്കാൻ ആകാശത്ത് നിന്ന് തൻ്റെ സ്വരം നിങ്ങളെ കേൾപ്പിച്ചു. അഗ്നിയിൽ കർത്താവിന്റെ സാന്നിധ്യം അറിയിച്ചു, കർത്താവിന്റെ സ്വരം കേട്ടു. ഇനി അടുത്ത വാക്കിങ്ങനെയാണ്, ഭൂമിയിൽ തന്റെ മഹത്തായ അഗ്നി കാണിച്ചു, അഗ്നിയുടെ മധ്യത്തിൽ നിന്ന് അവിടുത്തെ വാക്കുകൾ നിങ്ങൾ കേട്ടു. വചനം ആവർത്തിച്ച് പറയാണ്, ജ്വലിക്കുന്ന ഒരു തീജ്വാല, ഒരു അഗ്നി, ആ അഗ്നിക്കുള്ളിൽ നിന്ന് ദൈവത്തിന്റെ വാക്ക് അവർ കേട്ടു. ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്ന് അവർക്ക് ബോധ്യം കിട്ടിയത് ഈ രണ്ട് കാര്യങ്ങളാണ്. ജ്വലിക്കുന്ന അഗ്നി, ആ ജ്വലിക്കുന്ന അഗ്നിയിൽ നിന്ന് കർത്താവിന്റെ സ്വരം. പറഞ്ഞേ ഹല്ലേലൂയാ. പറഞ്ഞേ ഹല്ലേലൂയാ. എന്നിട്ട് അവർ വിശ്വസിച്ചോ? വിശ്വസിച്ചൊന്നുമില്ല, അത്ര നന്നായിട്ട് വിശ്വസിച്ചില്ല. അവർ ഇഷ്ടംപോലെ തല്ലിപ്പൊളിത്തരങ്ങളൊക്കെ കാണിച്ചു. നമ്മളെപ്പോലെ പലപ്പോഴും കർത്താവിൻ്റെ വചനത്തിനെതിരെ പോയി. അവർക്ക് പിന്നെ ഒത്തിരി പ്രശ്നങ്ങളുണ്ടായി, അടിമത്തം ഉണ്ടായി, പ്രവാസമൊക്കെ ഉണ്ടായി. കർത്താവ് അഗ്നിയിലൂടെയും സ്വരത്തിലൂടെയും രണ്ട് കാര്യങ്ങൾ മനസ്സിൽ സൂക്ഷിക്കണം. ജ്വലിക്കുന്ന ഒരു അഗ്നിയും ആ അഗ്നിയിൽ നിന്ന് കർത്താവിൻ്റെ വാക്കും, ഇത് രണ്ടും കർത്താവ് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു അടയാളമായിട്ട് കാണിച്ചു കൊടുത്തു. പറഞ്ഞേ ഹല്ലേലൂയാ. നല്ല ശ്രദ്ധയോടെ ഇരിക്കണം കേട്ടോ. നിങ്ങളുടെ ശത്രുവായ സാത്താൻ അലറുന്ന സിംഹത്തെ പോലെയല്ല, മൂളിപ്പാട്ട് പാടുന്ന ഒരു കൊതുകിനെ പോലെ നിങ്ങളുടെ അടുത്ത് പാട്ടും പാടി നടക്കും. ഇത് നിങ്ങൾ കേൾക്കരുത് എന്ന് അവന് നന്നായിട്ട് ആഗ്രഹമുണ്ട്. ഞാനിത് പറയരുതെന്ന് അവൻ അതിനെക്കാട്ടും വലിയ ആഗ്രഹമുണ്ട്.
ജയം ക്രിസ്തുവിൻ്റെ നാമത്തിന് മാത്രം. നമ്മളിത് കേൾക്കും, ഞാനിത് പറയും, നിങ്ങളിത് ഹൃദയത്തിലോട്ട് ഏറ്റെടുക്കും, നമ്മൾ വിശ്വസിക്കും, സ്വർഗം മഹത്വപ്പെടും, നരകവാതിലുകൾ ഇളകും. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ട് കാര്യങ്ങൾ ഉറക്കെ പറ. കർത്താവിന്റെ സാന്നിധ്യം, ഇസ്രായേൽ ജനത്തിന് ബോധ്യം കിട്ടിയ രണ്ട് അടയാളങ്ങൾ. ഒന്ന് ജ്വലിക്കുന്ന അഗ്നി, രണ്ടാ ജ്വലിക്കുന്ന അഗ്നിയിൽ നിന്ന് കർത്താവിന്റെ സ്വരം അവർ കേട്ടു. കാലങ്ങളൊക്കെ ഇങ്ങോട്ട് മുമ്പോട്ട് പോയി. കർത്താവിൻ്റെ ഈ സ്വരം കേട്ട് സാന്നിധ്യമൊക്കെ അറിഞ്ഞിട്ടും അവർ വിശ്വസിക്കാതിരുന്നു, അവിശ്വസിച്ചു, പാപത്തിന്റെ വഴിയിലേക്കൊക്കെ പോയി. അവർക്കൊരു ബോധം കിട്ടാൻ വേണ്ടി സ്വർഗത്തിൽ നിന്ന് ഒരിക്കൽ കൂടി ആ വെളിച്ചം, അഗ്നിയുടെ കൂടെ ഒരു ചൂട് മാത്രമല്ല, അഗ്നി ഉള്ളപ്പോ ഒരു വെളിച്ചമുണ്ട് അല്ലേ, ഒരു വെളിച്ചമുണ്ട്. ആ വെളിച്ചം ഇതിലും വലിയൊരു അടയാളം ഇനി തരാനില്ല എന്ന് പറഞ്ഞ് ആ വെട്ടം, ആ ചൂട് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ആ വെളിച്ചത്തോടൊപ്പം ആ വാക്ക് മാംസം ധരിച്ച് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. സ്വർഗത്തിലെ ആ അഗ്നി ലോകത്തെ മുഴുവൻ വെളിച്ചത്തിലേക്ക് നയിക്കുന്ന ആ പ്രകാശം, അന്ധകാരത്തിന് എടുത്തു മാറ്റാൻ പറ്റാത്ത ആ നിത്യപ്രകാശം, ആ പ്രകാശത്തിന്റെ കൂടെ വന്ന ദൈവത്തിന്റെ വാക്ക്, ആ വാക്ക് വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവൽ എന്നവൻ വിളിക്കപ്പെട്ടു. പറഞ്ഞേ ഹല്ലേലൂയ. അത് വിശ്വസിക്കാതിരുന്ന ഒരു ജനത്തിന്റെ മുമ്പിലേക്ക് ദൈവം തന്നെ ഇറങ്ങി വന്നു. അഗ്നിയായി, ചൂടായി, പ്രകാശമായി, അന്ധകാരത്തിന് എടുത്തു മാറ്റാൻ പറ്റാത്തൊരു പ്രകാശം, ദൈവത്തിന്റെ മക്കൾ ജീവിക്കാൻ ആവശ്യമായ വചനമായി, വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. ആ സ്നേഹത്തെ സ്വർഗവും ഭൂമിയും ഒരു പേരിട്ട് വിളിച്ചു, ഈശോ. പറഞ്ഞേ ഹല്ലേലൂയ. ആ പേര് ഉറക്കെ പറ, രണ്ട് കരങ്ങൾ ഉയർത്തി ഉറക്കെ പറഞ്ഞേ, ആ പേരെന്താണ്? ഈശോ. പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾ അറിയുന്നുണ്ടോ നരകവാതിലുകൾ ഇളകുന്നത്? നിങ്ങൾ അറിയത്തില്ല. നിങ്ങളുടെ വീടിന് ചുറ്റും താവളം അടിച്ചിരിക്കുന്ന നിങ്ങൾ ഇവിടെ ഇരുന്ന് ഈശോയുടെ നാമം ഉറക്കെ പറയുമ്പോൾ നിങ്ങൾ ഉറങ്ങാതിരിക്കാൻ വേണ്ടി അല്ല അച്ഛനത് പറയുന്നത്. സാത്താന്റെ ഉറക്കം കെടണം. നിങ്ങളുടെ വീടിന് ചുറ്റും താവളം അടിച്ചിരിക്കുന്ന അവന്റെ കോട്ടകൾ ചിതറിത്തെറിക്കണം. ഒറ്റ പേരിന്റെ മുമ്പിലേ അത് ചിതറത്തുള്ളൂ. സ്വർഗത്തിലും ഭൂമിയിലും മനുഷ്യരുടെ രക്ഷയ്ക്ക് മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. ഏത് നാമമല്ലാതെ ഈശോ. പറഞ്ഞേ ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ ഉയർത്തി സർവശക്തിയോടെ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോ 33 വർഷം നമ്മുടെ ഇടയിൽ ഇങ്ങനെ വസിച്ച അച്ഛൻ്റെ കൂടെ ചിന്തിച്ചു പോരണേ. ഈശോ ഒത്തിരി അടയാളങ്ങളും അത്ഭുതങ്ങളും ഒക്കെ കാണിച്ചു. നിത്യജീവൻ അവകാശമാക്കണമെങ്കിൽ, രക്ഷപ്പെടണമെങ്കിൽ, ദൈവഹിതം നിറവേറണമെങ്കിൽ നിങ്ങൾ അവനിൽ വിശ്വസിക്കണമെന്ന് ഈശോ പറഞ്ഞു തന്നു. യോഹന്നാന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിൽ ഈശോ ഇങ്ങനെ എടുത്തു പറയുന്നുണ്ട്, നിങ്ങൾ അവനിൽ വിശ്വസിക്കുക. അവനിൽ വിശ്വസിച്ചാലേ നിങ്ങൾക്ക് മതിയാവൂ. യഹൂദർ ഇത് കേട്ടു നിന്ന് ആൾക്കാർ ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കാൻ നീ എന്തടയാളമാണ് കാണിക്കുക? പറഞ്ഞേ ഹല്ലേലൂയ. പഴയ നിയമത്തിൽ നമ്മൾ പറഞ്ഞു, ദൈവം അഗ്നിയായി, അടയാളങ്ങളായി, അത്ഭുതങ്ങളായി, വചനമായി ഒക്കെ ഇറങ്ങി വന്നിട്ടും അവർ വിശ്വസിച്ചില്ല. ഇനിയും കൂടുതൽ അടയാളങ്ങൾക്ക് വേണ്ടി അവർ കാത്തിരുന്നു. ഈശോ തന്നെ ഇറങ്ങി വന്നിട്ടും ഈശോ അവരോട് വിശ്വസിക്കാൻ പറഞ്ഞിട്ട് അവർ പിന്നെയും തിരിച്ചു ചോദിച്ചു, ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കാൻ എന്ത് അടയാളമാണ് നീ പ്രവർത്തിക്കുക? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 100 കണക്കിന് ധ്യാനങ്ങൾ, ഏകദിന കൺവെൻഷനുകൾ, എത്രയോ വചനങ്ങൾ ഓൺലൈനിലും അല്ലാതെയൊക്കെ നമ്മൾ കേൾക്കുന്നു. എത്രയോ വചനങ്ങൾ നമ്മൾ വായിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും കർത്താവിനെ വിശ്വസിക്കാത്ത ആളുകളുണ്ട് നമ്മുടെ ഇടയിൽ. ധ്യാനം കൂടുന്നവർ പോലും അത്ര വലുതായിട്ട് വിശ്വസിക്കുന്നില്ല. ഇതിങ്ങനെ ഉറക്കെ ഹല്ലേലൂയ പറയും, വിശ്വസിക്കുന്നു എന്നൊക്കെ പറയും, പക്ഷേ ഹൃദയത്തിന്റെ ആഴത്തിൽ വിശ്വസിക്കുന്നില്ല. കർത്താവേ, ഇനി നീ ഒരു അടയാളം പ്രവർത്തിച്ചാൽ ഞാൻ വിശ്വസിക്കാമെന്ന് പറഞ്ഞ് കർത്താവിനെ വീണ്ടും വീണ്ടും പരീക്ഷിക്കുന്ന ക്രിസ്ത്യാനികൾ നമ്മുടെ ഇടയിലുണ്ട്. ഒത്തിരി ധ്യാനം കൂടി ഒരു ആത്മീയ തഴമ്പൊക്കെ പിടിച്ച് ഇനിയും അടയാളം കാണണമെന്ന് പറഞ്ഞ് ഓടി ഓടി നടക്കുകയാണ്. യഹൂദർ ഇതെല്ലാം കണ്ട്, അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ കണ്ടിട്ട് പിന്നെയും ചോദിച്ചു, ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കാൻ ഇനി നീ എന്ത് അടയാളമാണ് പ്രവർത്തിക്കുക? 12,000 വർഷം മുമ്പ് കേട്ടൊരു ചോദ്യമല്ല. ഇന്നും ഈശോ ഇന്ന് ഈ ബലിപീഠത്തിൽ ഇറങ്ങി വന്നിട്ടും ഇന്നും ഈശോയുടെ ആ ചൂട് ഏറ്റവും അടുത്ത് അനുഭവിച്ച ക്രൈസ്തവർ പോലും പിന്നെയും അടയാളത്തിന് വേണ്ടി ഓടി നടക്കുകയാണ്. കർത്താവ് അത് പ്രവർത്തിക്കട്ടെ, പ്രവർത്തിച്ചാൽ വിശ്വസിക്കാം. ഈ കടം മാറട്ടെ, മാറിയാൽ ഞാൻ വിശ്വസിക്കാം. ഈ കുഞ്ഞുണ്ടാവട്ടെ, കുഞ്ഞുണ്ടായി ഞാൻ വിശ്വസിക്കാം. ജോലി കിട്ടട്ടെ, പുറത്തു പോകാൻ പറ്റട്ടെ, എന്നിട്ട് ഞാൻ വിശ്വസിക്കാം. അന്ന് യഹൂദർ ചോദിച്ചതുപോലെ ഇന്നും നമ്മൾ കർത്താവിനെ വീണ്ടും വീണ്ടും പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അടയാളങ്ങൾക്ക് വേണ്ടി ചോദിക്കുകയാണ്. അഗ്നിയിൽ കണ്ടു, വചനത്തിൽ കണ്ടു, ആ വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, കൂടെ ഉണ്ടാകുമെന്ന് വാഗ്ദാനം തന്നു. എന്നിട്ടും വിശ്വസിക്കാൻ തയ്യാറാവാതെ അടയാളം തേടി നടക്കുന്ന ആ ജനത്തിന്റെ മുമ്പിലേക്ക് ഈശോ ഇതാ ഇന്ന് നിങ്ങൾ ബലിയർപ്പിച്ചു, നാളെ പരിശുദ്ധ ബലിയർപ്പിക്കും. ഈശോ തന്റെ ഏറ്റവും വലിയ അടയാളം കാണിച്ചു. സ്വർഗത്തിൽ നിന്നൊരു മന്ന, ഒരപ്പം നിങ്ങൾക്ക് കിട്ടി. ആ അപ്പം ജീവൻ നൽകുന്ന അപ്പം ഞാൻ തന്നെയാണ് എന്ന് പറഞ്ഞ്
ഏറ്റവും വലിയ അടയാളം കർത്താവ് നമുക്ക് കാണിച്ചു. വലതുവരോർത്തി പറഞ്ഞേ ഹല്ലേലൂയാ. ആ അടയാളത്തെ നമ്മൾ അപ്പം നല്ല വിളിക്കുക, അടയാളത്തെ നമ്മൾ വിളിക്കുക ഈശോയുടെ നിത്യ സാന്നിധ്യം, ജീവനുള്ള സാന്നിധ്യം, വിശുദ്ധ കുർബാന. പറഞ്ഞേ ഹല്ലേലൂയാ. നിങ്ങൾ ഇന്ന് സ്വീകരിച്ചത് നാളെ നിങ്ങൾ വിശുദ്ധ കുർബാന അർപ്പിച്ച് സ്വീകരിക്കാൻ പോകുന്നത് അപ്പമാണോ ഈശോയാണോ? ഈശോയോട് നിങ്ങൾ മറ്റൊരു അടയാളത്തിന് വേണ്ടി ചോദിക്കരുത്. അച്ഛൻ പറയുന്നത് നിങ്ങളുടെ ഹൃദയത്തിലോട്ട് ഏറ്റെടുക്കണം. തലച്ചോറിലേക്കല്ല, ഓർമ്മകളിലേക്കല്ല, ഒരറിവിലേക്കല്ല. ഇത് വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ അടയാളമായിട്ട് ഇനി ഒരു അടയാളം പോലും ചോദിക്കാനില്ലാതെ എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കൾ ഇത് ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കണം. ഈശോ നിങ്ങളുടെ കൂടെയുണ്ടെന്ന്, ദൈവം അകലെയല്ലെന്ന്, നിന്നെ രക്ഷിച്ചു, പേര് ചൊല്ലി വിളിച്ചു, പേടിക്കേണ്ട, ഞാൻ കൂടെയുണ്ടെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ് വിശുദ്ധ കുർബാന. അതിനേക്കാൾ വലിയൊരു അടയാളം ഇനി ഈശോയ്ക്ക് നമുക്ക് തരാനില്ല. പറഞ്ഞേ ഹല്ലേലൂയാ. നമുക്കത് ഇഷ്ടമാണോ? നമുക്ക് ഒത്തിരി പ്രാർത്ഥനകൾ, ഒത്തിരി നൊവേനകൾ, ഒത്തിരി ആചാരങ്ങൾ, ഒത്തിരി അനുഷ്ഠാനങ്ങൾ എല്ലാം ഉള്ള ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുക. അതിൻ്റെയൊക്കെ പിന്നാലെ നമ്മൾ ആഘോഷങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ആയിട്ട് പോകുന്നുണ്ട്. ഏറ്റവും വലിയ ആരാധന, ഈശോയുടെ ഏറ്റവും വലിയ ജീവനുള്ള സാന്നിധ്യമായ വിശുദ്ധ കുർബാനയെ ബൈപ്പാസ് ചെയ്ത് കളയാനാണ് ഈ കാലഘട്ടത്തിൽ തിന്മ നമ്മുടെ മുമ്പിൽ കൊണ്ടുവെക്കുന്ന ഏറ്റവും വലിയ പ്രലോഭനം. പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. സൗരങ്ങളെ, അപകടം നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്ന ആർക്കെങ്കിലും അങ്ങനത്തെ അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ദൂതായിട്ട് ഏറ്റെടുത്ത് നിങ്ങൾ വരുന്ന ദേവാലയം, നിങ്ങളുടെ അടുത്തുള്ള തീർത്ഥാടന കേന്ദ്രങ്ങൾ, നിങ്ങൾ പോകുന്ന ധ്യാന കേന്ദ്രങ്ങൾ, നിങ്ങൾ പ്രാർത്ഥിക്കാൻ പോകുന്ന സ്ഥലങ്ങൾ, അവിടെ എല്ലാം വിശുദ്ധ കുർബാന നടക്കുന്നു. നൊവേന, മറ്റ് പ്രാർത്ഥനകള്, മറ്റ് നിയോഗങ്ങള്, മറ്റ് ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, നേർച്ചകൾ എല്ലാം നടക്കുന്നു. എല്ലാ കാര്യത്തിനും പ്രാധാന്യം കൊടുക്കുകയും എന്നാൽ വിശുദ്ധ കുർബാന അർപ്പിക്കാൻ വരാതിരിക്കുകയും ചെയ്യുന്ന ഒരു ജനത്തിന്റെ മുമ്പിലേക്ക് ഇനി അഗ്നി വെറുതെ ആയിരിക്കൽ ഇറങ്ങുന്നത്. അത് പൊള്ളിച്ചു കളയും. സൗഖ്യപ്പെടുത്തുന്ന, ചൂട് പിടിപ്പിക്കുന്ന, ചേർത്ത് പിടിക്കുന്ന ഒരു അഗ്നിയല്ല, പൊള്ളിക്കുന്ന ഒരു അഗ്നിയായിട്ട് കർത്താവ് ഇറങ്ങും. ഇനിയും അടയാളം ചോദിച്ചിട്ട് നടക്കരുത്. ഇത്ര വലിയൊരു അടയാളം കാണിച്ചിട്ടും ആ വിശുദ്ധ കുർബാനയ്ക്ക് പ്രാധാന്യം കൊടുക്കാതെ മറ്റ് കാര്യങ്ങൾക്ക് അതിന് ഭക്തിയുടെ മേമ്പൊടി ഉണ്ടാകാം, ആചാരത്തിന്റെയും അനുഷ്ഠാനത്തിന്റെയും ആരാധനയുടെയും ഒരു മുഖംപൊടി അതിനുണ്ടാകാം. തെറ്റിദ്ധരിക്കരുത്. തെറ്റിദ്ധരിച്ചാലും അതിന്റെ നല്ല ധാരണയിൽ അതെടുക്കുക. വിശുദ്ധ കുർബാന കഴിഞ്ഞിട്ടേ ഉള്ളൂ തിരുസഭയ്ക്കും തിരുസഭയുടെ മക്കൾക്കും ഈശോയുടെ കുഞ്ഞുങ്ങൾക്കും മറ്റേതൊരു പ്രാർത്ഥന രീതിയും. പറഞ്ഞേ ഹല്ലേലൂയാ. പറഞ്ഞേ ഹല്ലേലൂയാ. ഒരു പ്രാർത്ഥന രീതി അച്ഛൻ പോലും നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിച്ചാൽ ഞാൻ നിങ്ങളോട് പറയാണ്, ഒരു 10 ദിവസം അടുപ്പിച്ച് അച്ഛൻ പറയുന്ന ഈ പ്രാർത്ഥന നിങ്ങൾ ചെല്ല്. രാവിലെ 3 മണിക്ക് എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്ക്. ഒരു കുഴപ്പമില്ല. പറഞ്ഞൊരു വൈദികനാണ്, നല്ലൊരു സമയമാണ് 3 മണി. പറഞ്ഞതൊരു വൈദികനാണ്, പറഞ്ഞത് വചനം പറഞ്ഞ് പ്രാർത്ഥിക്കാനാണ്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു പ്രാർത്ഥന എഴുതി ഉണ്ടാക്കി, അത് 10 ദിവസം നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് നടക്കും. 3 മണിക്ക് 2:55 ഇല്ലെങ്കിൽ 2:30 നിങ്ങൾ എഴുന്നേറ്റ് വൃത്തിയായി 3 മണിക്ക് കൃത്യം അച്ഛൻ പറഞ്ഞ പ്രാർത്ഥന, ഒരു കാര്യം സാധിച്ചു കിട്ടാൻ വേണ്ടി 10 ദിവസം കൃത്യമായിട്ട് ചെല്ലാൻ നമുക്ക് മടിയില്ല. നമ്മൾ ചാടി എഴുന്നേക്കും. എന്നാൽ നമ്മുടെ ഇടവക ദേവാലയത്തിൽ 7 മണിക്ക് അർപ്പിക്കുന്ന ഒരു പരിശുദ്ധ ബലിക്ക് പോകാൻ നമുക്ക് പറ്റുന്നുമില്ല, ചെല്ലുന്നില്ല. ചെന്നാലും താമസിച്ചാണ് ചെല്ലുന്നെങ്കിൽ there is something wrong with your spirituality. നിങ്ങളുടെ ആ ക്രിസ്തു മതത്തിന് എന്തോ കാര്യമായ പ്രശ്നമുണ്ട്. അച്ഛൻ പറയുന്നത് കാലത്തിന്റെ വായനകളോട് ചേർത്ത് മനസ്സിലാക്കുക. നമ്മൾ വിചാരിക്കുക അതും പ്രാർത്ഥനയാണ്, അതും പ്രാർത്ഥിക്കുന്നില്ലേ, അതും ആരാധനയല്ലേ. സഭയ്ക്ക് മറ്റ് ഒരു ആരാധനയും വിശുദ്ധ കുർബാന കഴിഞ്ഞിട്ടേ ഉള്ളൂ. സഭയുടെ മക്കള്, സഭയോട് ചേർന്ന് നിൽക്കുന്നവര്, വിശുദ്ധ കുർബാനയെ സ്നേഹിക്കുന്നവര്, ഈശോയെ ഏകരക്ഷകൻ നാഥനുമായിട്ട് ഏറ്റു പറയുന്നവര് ഇത് അംഗീകരിക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. തിരുസഭയ്ക്ക് ഏതൊരു പ്രാർത്ഥനയും വിശുദ്ധ കുർബാന എന്ന ഏറ്റവും വലിയ ആരാധനയ്ക്ക് ശേഷം മാത്രമേ ഉള്ളൂ. പറഞ്ഞേ ഹല്ലേലൂയാ. നമ്മൾ തന്നെ ഒരു വ്യക്തിപരമായ ഉത്തരവാദിത്വമായിട്ട് ഏറ്റെടുക്കണം. നിങ്ങളുടെ ഇടവകയോ, നിങ്ങളുടെ പള്ളിയോ, നിങ്ങളുടെ അടുത്തുള്ള തീർത്ഥാടന കേന്ദ്രമോ, നിങ്ങളുടെ അടുത്തുള്ള ധ്യാന കേന്ദ്രമോ അറിയപ്പെടുന്നത് ചിലപ്പോൾ അവിടെ പ്രത്യേകമായ ഒരു പ്രാർത്ഥന, പ്രത്യേകമായ ഒരു അനുഷ്ഠാനം, പ്രത്യേകമായ ഒരു ആചാരം, പ്രത്യേകമായ ഒരു പ്രാർത്ഥന രീതി, ഇതിൻ്റെ ഒക്കെ പേരിലായിരിക്കാം. അതിൻ്റെ പേരിൽ ആയിരക്കണക്കിന് അത്ഭുതങ്ങൾ അവിടെ നടന്നിട്ടുണ്ടാകാം. പക്ഷെ അതിന് നിങ്ങൾ പോവുകയും, എന്നാൽ അച്ഛൻ പറയുന്നത് ശ്രദ്ധിക്കുന്നുണ്ടോ? പോവണ്ടെന്നാണോ അച്ഛൻ പറഞ്ഞേ? പോവരുതേ എന്നാണോ പറഞ്ഞേ? പോയാൽ നിങ്ങൾ കത്തിപ്പോകും എന്നാണോ പറഞ്ഞേ? അല്ല, പരിശുദ്ധാത്മാവോട് ചേർന്നത് മനസ്സിലാക്കുക. അതിന് പോവുകയും എന്നാൽ വിശുദ്ധ കുർബാന അർപ്പിക്കാൻ നിങ്ങൾ അവിടെ ഇല്ലാതിരിക്കുകയും വിശുദ്ധ കുർബാന ലാഘവ ബുദ്ധിയോടെ അർപ്പിക്കുകയും സമയം ക്രമീകരിച്ച് കൃത്യമായിട്ട് പോകാതിരിക്കുകയും ബാക്കി എല്ലാ കാര്യങ്ങളും ഒരു കാര്യം സാധിച്ചു കിട്ടാൻ വേണ്ടി നിങ്ങൾ കൃത്യസമയം അനുഷ്ഠിക്കുകയും ചെയ്യെങ്കിൽ there is something wrong with your spirituality, there is something wrong with your Christianity. നിങ്ങളുടെ ആരാധനയ്ക്കും ആരാധന ക്രമത്തിനുമൊക്കെ എന്തൊക്കെ ഒരു പാളിച്ച സംഭവിച്ചു. തിരുത്തണം. കാരണം തീ ചൂട് തരിക മാത്രമല്ല, പൊള്ളിക്കുകയും ചെയ്യും.
രണ്ട് കരങ്ങൾ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. ദിവസം ഈ വചനം കേൾക്കുന്ന ഈ മണിക്കൂറിൽ നിങ്ങളുടെ സങ്കടങ്ങളോ, നിങ്ങളുടെ വേദനകളോ, നിങ്ങളുടെ ദുഃഖങ്ങളോ, നിങ്ങളുടെ പരിവേദനകളോ, പരിവട്ടങ്ങളോ എന്ത് തന്നെ ആവട്ടെ, ഒറ്റ തീരുമാനം എടുക്ക്. ഈ തീരുമാനത്തെ കർത്താവ് അനുഗ്രഹിക്കും. ഫസ്റ്റ് പ്രയോറിറ്റി, ഒന്നാം സ്ഥാനം നിങ്ങൾ വിശുദ്ധ കുർബാനയ്ക്ക് കൊടുക്കുമെന്ന് ഇന്ന് ഇവിടെ വെച്ച് നിങ്ങൾ തീരുമാനം എടുക്കും. അച്ഛൻ ഇവിടെ നിൽക്കുന്നത് കർത്താവ് ഇറങ്ങി വന്ന ഒരു ബലിപീഠത്തിൻ്റെ അടുത്താണ്. ആ ബലിപീഠത്തെ കൈവച്ചുകൊണ്ടാണ് ഈ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു തീരുമാനം എടുക്കുക. നിങ്ങളോട് പറയുന്നത് ഇപ്പം തീരുമാനം എടുക്ക്. ഞാൻ വിശുദ്ധ കുർബാനയ്ക്ക് ഏറ്റവും മുൻഗണന കൊടുക്കും. കാരണം ഈശോ എഴുന്നള്ളി വന്ന, ഈശോ ജീവനുള്ള സാന്നിധ്യമായിട്ട് എൻ്റെ അടുത്ത്, എൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണ് വിശുദ്ധ കുർബാന. അത് കഴിഞ്ഞേ ഉള്ളൂ എനിക്ക് എന്തും എന്നൊറ്റ തീരുമാനം എടുക്കും. കേട്ടോ, മുമ്പിലുള്ള സകല വാതിലും കർത്താവ് ഇപ്പോൾ ഇപ്പൊ തുറക്കും. പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. രണ്ട് കരങ്ങൾ ഉയർത്തി ഒന്ന് വീശി ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോടെ ഹല്ലേലൂയാ. ഇവിടെ സോറികളെ, പരിശുദ്ധ കുർബാനയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന, സഭയുടെ ഏറ്റവും വലിയ ആരാധനയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന ആ കുടുംബങ്ങൾ, വ്യക്തികൾ, അവരുടെ 7 അയലക്കത്ത്, നമ്മുടെ ലോക്കൽ ലാംഗ്വേജിലൊക്കെ പറയാണ്, നമ്മുടെ 7 അയലക്കത്ത് സാത്താനോ അവൻ്റെ ശക്തികളോ സമീപിക്കില്ല. എന്നെ നേരെ ഒന്ന് തിരിച്ച് ചിന്തിക്കുക. ഇവിടുന്ന് വരുന്ന എല്ലാ അടികളും നമുക്കിട്ട് കൊള്ളുന്നു, നമ്മുടെ കുടുംബത്തെ കയറി മാന്തുന്നു, നമ്മുടെ ശരീരത്തിന് അഫക്റ്റ് ചെയ്യുന്നു, നമ്മുടെ കുടുംബസമാധാനം നഷ്ടപ്പെട്ടു പോകുന്നു. പിശാച് പിടിച്ചിരിക്കുന്ന ജീവിതങ്ങൾ എന്നൊക്കെ നമ്മൾ പറഞ്ഞിങ്ങനെ ആ കെട്ടഴിക്കാൻ, ഈ ബന്ധനങ്ങൾ അഴിക്കാനൊക്കെ ഓടി നടക്കുന്നു. ഈശോയുടെ പരിശുദ്ധ ബലിപീഠത്തോട് ചേർന്ന് നിൽക്കുക. ആ ബലിപീഠത്തിൽ അഴിയാവുന്ന കെട്ടുകളൊക്കെ ഉള്ളൂ നമുക്ക്. ആ ബലിപീഠത്തിൽ അഴിയാത്ത ഒരു കെട്ടും കെട്ടാൻ സാത്താന് സാധിക്കത്തില്ല. പറഞ്ഞേ ഹല്ലേലൂയാ. പറഞ്ഞേ ഹല്ലേലൂയാ. അതുകൊണ്ട് ഇന്ന് ഈ കാലഘട്ടത്തിൽ നമ്മൾ അന്ന് ഇസ്രായേൽക്കാരെ പോലെ, യഹൂദരെ പോലെ സംശയിച്ച് നിൽക്കരുത്. ഇനിയും അടയാളത്തിന് വേണ്ടി ചോദിക്കരുത്. ഈശോ പറഞ്ഞു, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, ഐ ആം വിത്ത് യു. എവിടെ? വിശുദ്ധ കുർബാനയിൽ. ഏറ്റവും വലിയ സ്നേഹ സാന്നിധ്യമായിട്ട് ഈശോ നമ്മുടെ അടുത്തുണ്ട് വിശുദ്ധ കുർബാനയിൽ. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ നമുക്ക് വേറെ എന്തും. ഈശോ ഒരു ഉറപ്പ് തരികയാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ കർത്താവിനോട് ഈ സംശയങ്ങളൊക്കെ ചോദിച്ച്, അടയാളങ്ങളൊക്കെ ചോദിച്ച് നിൽക്കുന്ന ജനത്തോട് കർത്താവ് കൊടുക്കുന്ന ഒരു വലിയ വാഗ്ദാനമുണ്ട്. 6-ാമത്തെ അധ്യായത്തിൽ 37-ാമത്തെ വാക്യം, പിതാവ് എനിക്ക് നൽകുന്നവരെല്ലാം എൻ്റെ അടുത്ത് വരും, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയത്തില്ല. ഓക്കെ, നമ്മുടെ എല്ലാ സങ്കടത്തിനുള്ള ഒരു ഉത്തരം വിശുദ്ധ കുർബാന. ഈശോ പറയാണ്, ഞാനാണ് ജീവന്റെ അപ്പം, ഈ അപ്പം ഭക്ഷിക്കുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും, അവന് ദാഹിക്കില്ല, വിശക്കില്ല. കാരണം എല്ലാം സ്വർഗത്തിന്റെ ഏറ്റവും വലിയ സമ്മാനം വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയില്ല, അവനെ ഞാൻ ഇങ്ങനെ പൊതിഞ്ഞു പിടിക്കും. പറഞ്ഞേ ഹല്ലേലൂയാ. ഇന്ന് ബലിയർപ്പിച്ച് ഈശോയെ സ്വീകരിച്ച, നാളെ ബലിയർപ്പിച്ച് ഈശോയെ സ്വീകരിക്കുന്ന നിങ്ങൾക്കുള്ള ഏറ്റവും വലിയ വാഗ്ദാനം ഇതാണ്, നിങ്ങളെ പൊതിഞ്ഞ് കർത്താവ് ഇങ്ങനെ പിടിച്ചിട്ടുണ്ടെന്ന്. പറഞ്ഞേ ഹല്ലേലൂയാ. നിങ്ങൾ ബലിയർപ്പിച്ച് പോകുക, എല്ലാ ദിവസവും ബലിയർപ്പിക്കുക. കർത്താവിന്റെ ഒരു സംരക്ഷണം കിട്ടി. നിങ്ങൾ നല്ല മിടുക്കന്മാരും മിടുക്കികളോ. നിങ്ങൾ അച്ഛന്മാരെയൊക്കെ ശ്രദ്ധിച്ചിട്ടില്ലേ? നല്ല രസമല്ലേ കാണാൻ വേണ്ടിയിട്ട്? അല്ല, അച്ഛനൊക്കെ നോക്കി നല്ല സുന്ദരക്കൂട്ടൻ അച്ഛനൊക്കെ അല്ലേ, മുഖത്തൊരു പ്രകാശം എപ്പോഴും കണ്ടിട്ടുണ്ടോ? നിങ്ങൾ പറയാം, അച്ഛന് പരിപാടിയൊന്നുമില്ലോ അല്ലേ, ലോ ഹീറ്റ് ഉണ്ടെങ്കിൽ വന്നാൽ പോരെ. 10-26 ബട്ടൺസ് ഇടണം, ചെറിയ പണിയൊന്നുമല്ല. നിങ്ങൾക്ക് 2 ബട്ടൺസ് കിട്ടാൽ മതി. അല്ല, എപ്പോഴും ശ്രദ്ധിച്ചേ, അച്ഛന്മാരുടെ മുഖത്തുണ്ടാവുന്ന ഒരു പ്രകാശം എന്തുകൊണ്ടാണ്? പാമോലീവ് അല്ലോ, എന്നാ തൂക്കുന്നത്? നിങ്ങൾ തൂക്കുന്നതൊക്കെ പറ, ഞാൻ വേർപ്പ് തൂക്കും. എത്ര നോക്കിയേ. ഇപ്പോൾ അച്ഛൻ, ഞാൻ ഇപ്പോൾ നിങ്ങളുടെ ശുശ്രൂഷ കയറുന്നതിന് മുമ്പ് കുമ്പസാരിച്ചു. വീഴ്ചകൾ സംഭവിച്ചു പോകുന്നുണ്ടല്ലേ, തെറ്റുകൾ സംഭവിച്ചു പോകുന്നുണ്ടല്ലേ, കുറവുകളുള്ളതുകൊണ്ടല്ലേ കുമ്പസാരിക്കണേ. ഈശോയുടെ കാരുണ്യവും കൃപയും കിട്ടാൻ വേണ്ടിയിട്ടല്ലേ ഏറ്റവും കൂടുതൽ. അതായത് ആഴ്ചയിൽ ഒരിക്കൽ കുമ്പസാരിച്ചാലും എല്ലാ ദിവസവും ബലി അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ബലി പീഠത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുകയാണ് വൈദികർ. എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് എന്തോരം പ്രൊട്ടക്ഷൻ കിട്ടുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടില്ലേ? ചിലപ്പോൾ അസൂയോടെ നിങ്ങളിങ്ങനെ പറയില്ലേ, ഈ അച്ഛന്മാർക്ക് എന്നാത്തിൻ്റെ കുറവാണ്. അച്ഛന്മാർക്ക് സത്യം പറഞ്ഞാൽ ഒന്നിൻ്റെ കുറവില്ല. എനിക്ക് തോന്നുന്നുണ്ട് കഴിഞ്ഞ 8 വർഷത്തിൻ്റെ പൗരോഹിത്യ ജീവിതം കൊണ്ട് എനിക്ക് തോന്നുന്നുണ്ട് ഒന്നിനും കർത്താവ് കുറവ് വരുത്തിയിട്ടില്ല. ഞാൻ പറഞ്ഞ കുറേ പൈസയും അതും ഇതിൻ്റെ ഒന്നല്ല പറയണത്. അതൊക്കെ ഞാൻ അച്ഛനായില്ലേലും നമ്മുടെ കയ്യിലോട്ട് കിട്ടും. ശരിയല്ലേ? പണിയെടുക്കാൻ ആരോഗ്യമുണ്ട്, ബുദ്ധിയുണ്ട്, കർത്താവിൻ്റെ കൃപയുണ്ട്. അത് അച്ഛനായില്ലേലും കിട്ടും. പക്ഷെ ഏറ്റവും വലിയ സ്നേഹം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അച്ഛന്മാർക്ക് ഒന്നിൻ്റെയും കുറവില്ലെന്ന് നിങ്ങൾ അസൂയോടെ പറയരുത്. അച്ഛന്മാർക്ക് ഒന്നിൻ്റെയും കുറവില്ലെന്ന് ദൈവമക്കൾ അനുഗ്രഹത്തോടെ പറയണം. കാരണം അവർക്ക് എല്ലാം സമൃദ്ധമായിട്ട് കിട്ടും. എവിടെ? ബലിപീഠത്തോട് നിങ്ങളെക്കാട്ടും കൂടുതൽ ചേർന്ന് നിൽക്കുകയാണ്. ഇപ്പം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, ആ ബലിപീഠത്തോട് നിങ്ങൾ എല്ലാ ദിവസവും ചേർന്നിരുന്നാൽ, എല്ലാ ദിവസവും ബലിയർപ്പിച്ചാൽ, ബലിയർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരച്ഛൻ പറയാണ്, നിങ്ങൾക്കൊന്നിനും കുറവുണ്ടാവില്ല.
പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങളുടെ കടവും നിങ്ങളുടെ രോഗവും നിങ്ങളുടെ വിഷമങ്ങളും നിങ്ങളുടെ ഒറ്റപ്പെടലുകളും നിങ്ങളുടെ കണ്ണുനീരുകളൊക്കെ ഈശോ ഇങ്ങനെ ടിക് ടിക് എന്നെടുത്ത് മാറ്റും. ബലിപീഠത്തോട് ചേർക്കും. ബാക്കി ഓട്ടമൊക്കെ നിർത്തി ബലിപീഠത്തോട് പറ്റിച്ചേർന്ന് നിൽക്കുക. പഴയ നിയമത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, ഒരുത്തൻ ഒരു തെറ്റ് ചെയ്താൽ, അതികഠിനമായിട്ടൊരു പാപം ചെയ്താൽ അവൻ ഓടി ഈ ബലിപീഠത്തിന്റെ വളർകോണുകളിൽ പിടിച്ചാൽ പിന്നെ അവൻ തെറ്റ് ചെയ്താൽ പോലും അവന് ദൈവിക ഒരു സംരക്ഷണം കൊടുക്കുകയാണ്, അവനെ തുടരുന്ന പറഞ്ഞേക്കണേ. പഴയ നിയമത്തിന് വളരെ കാർക്കശ്യമായ ഒരു എഴുത്താണത്. പക്ഷെ ഇന്ന് ഈ കാലഘട്ടത്തിൽ നമുക്ക് നമ്മുടെ ബലിപീഠം നിങ്ങളൊന്ന് ആഗ്രഹിച്ചാൽ എവിടെ വേണേലും ഓടി ബലിപീഠത്തിന്റെ അടുത്തേക്ക് എല്ലാം ബലിയർപ്പണം നടത്തുന്ന ഒരുത്തന്റെ ജീവിതം കർത്താവ് സമൃദ്ധമാക്കി മാറ്റും. പറഞ്ഞേ ഹല്ലേലൂയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പിന്നെ ഈ ഓൺലൈനിലൊക്കെ ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലോ അല്ലെങ്കിൽ ഇമെയിലുകളൊക്കെ ആയിട്ട് ഒത്തിരി പ്രാർത്ഥനാ നിയമങ്ങൾ കിട്ടുമ്പോൾ, പ്രത്യേകിച്ച് പുറം രാജ്യങ്ങളിലുള്ള ചെറുപ്പക്കാർ യുവജനങ്ങളുടെ ഇടയിലൊക്കെ കുറച്ചുകൂടെ അവരോട് ഈശോയുടെ സ്നേഹത്തെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ ഈശോ അനുവാദവും അനുഗ്രഹവും ഒക്കെ തന്നിട്ടുള്ളതുകൊണ്ട് ഈ കുഞ്ഞുങ്ങൾ ഒത്തിരി നിയമങ്ങളൊക്കെ പറയുമ്പോൾ വായിക്കാറുണ്ട്. അവരെഴുതി തരുന്നതൊക്കെ വായിക്കും. അപ്പം അതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ, ചിലപ്പോൾ ജോലിയായിട്ട് സംബന്ധിച്ച് അവരുടെ ചില ബുദ്ധിമുട്ടുകൾ, വീട്ടിലെ കടബാധ്യതകൾ, ചെന്നത്തെ ദേശത്ത്, നാട്ടിലുള്ളവരല്ല, പ്രത്യേകിച്ച് പുറം രാജ്യങ്ങളിൽ പഠിക്കാനും ജോലിക്കൊക്കെ ആയിട്ടുള്ള പോയിട്ടുള്ള കുഞ്ഞുങ്ങൾ, യുവജനങ്ങളൊക്കെ പറയാറുണ്ട് അവരുടെ വീട്ടിലെ പ്രശ്നങ്ങളോ അവരുടെ പേഴ്സണൽ ക്രൈസിസുകൾ, അവരുടെ ബുദ്ധിമുട്ടുകളൊക്കെ. എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം, ആൾക്കാരൊരു സങ്കടം പറയുമ്പോഴത്തേനും സന്തോഷം തോന്നാൻ പാടില്ല, അവർക്ക് വേണ്ടി സങ്കടത്തോടെ അല്ലെങ്കിൽ കുറച്ചുകൂടെ തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കണം. പക്ഷെ എനിക്ക് സന്തോഷത്തോടെ പ്രാർത്ഥിക്കാൻ തോന്നിയിട്ടുള്ള ഒത്തിരി അനുഭവങ്ങളുണ്ട്. പ്രത്യേകിച്ച് യുവജനങ്ങൾ, നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ യുവജനങ്ങൾ ദേവാലയത്തോട് ചേർന്ന് നിൽക്കുന്നില്ല, ഭക്തിയില്ല, വിശ്വാസം ഇല്ലെന്നൊക്കെ നമ്മൾ സങ്കടപ്പെടുന്ന ഒരു സമയത്ത് അപ്പുറത്തെ സൈഡിൽ കർത്താവ് തീ പോലെ കർത്താവിൻ്റെ ബലിപീഠത്തിന് വേണ്ടി കൊതിക്കുന്ന മക്കളെ അഭിഷേകം ചെയ്ത് ഉണർത്താണ്. പ്രത്യേകിച്ച് പുറം രാജ്യങ്ങളിലേക്ക് ചേക്കേറിയ കുറേ മക്കൾ അവർ പറയുന്നുണ്ട്, അച്ഛാ ഞങ്ങളുടെ അടുത്തൊരു പള്ളിയില്ല. സങ്കടം പറയാണ്, ഞങ്ങളുടെ അടുത്തൊരു പള്ളിയില്ല, ഞായറാഴ്ച ബലിയർപ്പിക്കാൻ പോകാൻ പറ്റുന്ന പോലും ഒരു അത്ര ദൂരത്തൊരു പള്ളിയില്ല. ഒത്തിരി രാജ്യങ്ങൾ നമുക്കിപ്പോൾ മുട്ടിന് പള്ളിയാണ്. എവിടെ പോയിട്ട് ബലിയർപ്പിക്കാം? ഉള്ള ബലിയർപ്പണത്തിൻ്റെ വഴി വഴക്കുണ്ടാക്കാൻ മാത്രമേ നമുക്ക് സമയമുള്ളൂ. അവിടെ പോയി അടിയുണ്ടാക്കി, ഇനി അപ്പുറത്ത് പോയി അടിയുണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞ് ഈ അടുത്ത ആഴ്ച എവിടെ പോയി അടിയുണ്ടാക്കാം എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കിട്ടി തീ പൊള്ളും. അത് ഈ ജനത കൃത്യമായിട്ട് അറിയുകയും ചെയ്യും. കാരണം ഇത്രയധികം ബലിയർപ്പിക്കപ്പെട്ട ഒരു സ്ഥലം, ഇത്രയധികം പുരോഹിതന്മാരെ സൃഷ്ടിച്ച ഒരു സ്ഥലം, ഇത്രയധികം ധ്യാന കേന്ദ്രങ്ങളും വചന ശുശ്രൂഷകളും, ഇത്രയധികം വിശുദ്ധ കുർബാനയെ കുറിച്ച് കേട്ട വേറെ ഏത് ശ്രേഷ്ഠ ജനതയുണ്ട്? നമ്മൾ പൊള്ളും. കുർബാനയുടെ വില ഇത്രയധികം കേട്ട് മനസ്സിലാക്കിയ ആയിരക്കണക്കിന് പ്രബന്ധങ്ങൾ എഴുതി, ആയിരക്കണക്കിന് ഡോക്ടറൽ തീസിസുകൾ പബ്ലിഷ് ചെയ്ത ഒരു നാടാണിത്. 145ഓളം ധ്യാന കേന്ദ്രങ്ങളുള്ള ഒരു നാടാണിത്. എന്നിട്ടും ഈ തീയുടെ, ഈ അഗ്നിയുടെ വില അറിയാതെ നടന്ന ജനം പൊള്ളൽ അറിയും. കൊതിക്കാണ് പുറം നാട്ടിൽ ചില കുഞ്ഞുങ്ങൾ, അച്ഛാ ഒരു കുർബാന ഞങ്ങൾക്ക് അർപ്പിക്കാൻ പറ്റണില്ല എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് സങ്കടം പിടികിട്ടത്തില്ല. ഞാൻ സന്തോഷത്തോടെ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഈ സങ്കടത്തിൽ അവർക്ക് വേണ്ടി സന്തോഷത്തോടെ പ്രാർത്ഥിക്കും. കർത്താവേ, ഇങ്ങനെ ഒരു തലമുറ ഇവിടെ ഉണ്ടല്ലോ, നമ്മുടെ സഭ തീർന്നു പോകത്തില്ല, നമ്മുടെ സഭയുടെ തീ കെട്ടുപോകത്തില്ല. കാരണം ഒരു ജനത ഇങ്ങനെ, ഒരു യുവ ജനത അങ്ങനെ വളരുന്നുണ്ട്. തിരുസഭയെ മുന്നോട്ട് നയിക്കാൻ തീ പിടിച്ച ഒരു ജനത അപ്പുറത്തെ സൈഡിൽ കർത്താവ് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. രണ്ട് കരങ്ങൾ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സ്വരങ്ങളെ, അതുകൊണ്ട് എന്ത് സങ്കടമായിട്ട് നിങ്ങളുടെ നിരാശകൾ, നിങ്ങളുടെ വേദനകൾ, നിങ്ങളുടെ ഭയങ്ങൾ ഈ അഗ്നിയുടെ ഈ ബലിപീഠത്തിൽ നിന്ന് കിട്ടുന്ന ചൂടോട് നിങ്ങൾ ചേർന്ന് നിൽക്കുക. ആ ചൂടിൽ എല്ലാം ഉരുകി ഒലിക്കും, എല്ലാ കണ്ണുനീരുകളും വറ്റിപ്പോകും, എല്ലാ സങ്കടങ്ങളുടെയും വാതിലുകൾ കർത്താവിൻ്റെ ഈ ബലിപീഠത്തിന്റെ ചൂടിൽ ഉരുകി ഒലിച്ച് നിങ്ങളുടെ മുമ്പിൽ തുറന്നു കിട്ടും. പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. ചിന്തിക്കുക, നിങ്ങളത് വിശ്വസിക്കുന്നുണ്ട്, നിങ്ങൾക്ക് അത് അറിയുകയും ചെയ്യാം. വിശുദ്ധ കുർബാനയെ കുറിച്ച് എന്തോരം നമ്മൾ കേട്ടിട്ടുള്ള ജീവിക്കുന്ന കർത്താവിന്റെ സാന്നിധ്യം തന്നെയാണ് നമ്മുടെ അടുത്തേക്ക് നല്ല എങ്ങോട്ട്, ഉള്ളിലോട്ട് ഇറങ്ങി വരുന്നത്. ഈശോയുടെ ശരീരവും രക്തവും സ്വീകരിക്കുകയാണ് നമ്മൾ. ഇനി വേറെ എന്ത് അടയാളമാണ് കർത്താവിനോട് ചോദിക്കേണ്ടത്? കർത്താവെ അടയാളം കാണിക്കുക, കർത്താവെ പ്രവർത്തിക്കുക. നീ ഇവിടെ തന്നെ ഉണ്ടോ? വിശുദ്ധ കുർബാനയിൽ വിശ്വസിക്കുക. അത് വിശ്വസിക്കാതിരിക്കുന്നതാണ് ഈ നാടിനും ഈ ദേശത്തിനും നമ്മുടെ കൂട്ടായ്മകൾക്കും പറ്റിയ ഏറ്റവും വലിയ അപജയം. ഇത്രയും കർത്താവ് അടുത്തിറങ്ങി വന്നിട്ട്, നിയമാവർത്തനം 4:7 മുമ്പേ നമ്മൾ പറഞ്ഞു, ദൈവം ഇത്ര അടുത്തിറങ്ങി വന്ന് ഇങ്ങനെ ഒരു ശ്രേഷ്ഠ ജനതയാക്കി നമ്മളെ മാറ്റിയിട്ടും എന്നിട്ടും നമ്മൾ ആ ബലിപീഠത്തോട് ചേർന്ന് നിൽക്കുന്നില്ല. ഒരു സൈഡ് ബിസിനസ് ആയിട്ട്, ഒരു ചുമ്മാ ഏതോ ഒരു പ്രാർത്ഥനാ രീതി പോലെ വിശുദ്ധ കുർബാനയെ മാറ്റി നിർത്തുന്ന ഒരു ജനം പൊള്ളൽ അനുഭവിക്കേണ്ടി വരും. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. നമ്മുടെ ജീവനുള്ള കർത്താവ് ഇറങ്ങി വരുന്ന ആലയങ്ങളിൽ നിന്ന് ആ ജീവനുള്ള ആരാധനകൾ അവിടെ നടന്നില്ലെങ്കിൽ അത് മ്യൂസിയങ്ങളായി പോകും. നമ്മുടെ പുണ്യപിതാവ്, വലിയ ചിന്തകനായ വിശുദ്ധനായിട്ട് സഭ പ്രഖ്യാപിച്ചിട്ടുള്ള ഉടനെ പ്രഖ്യാപിക്കുന്നതാണ്. എൻ്റെ പ്രാർത്ഥന ആഗ്രഹവും നമ്മുടെ പ്രിയപ്പെട്ട ബെനഡിക്ട് 16 മാർപ്പാപ്പ പറഞ്ഞാണ്,
ദ ലൈഫ്ലെസ് ചർച്ച് ഈസ് എ മ്യൂസിയം. ആൾക്കാർ കയറും, കാണും, ഇറങ്ങിപ്പോകും. ചിലപ്പോ പൈസ ഇടും കയറാൻ. നമ്മളതിനെ സംഭാവന എന്നോ സ്തോത്ര കാഴ്ചയെന്നോ ദശാംശം എന്നൊക്കെ വിളിക്കേണ്ടി വരുമെന്ന് പാപ്പ ഇങ്ങനെ ഒരു കാലത്തിന് അതീതമായ ഒരു പ്രവചനം പോലെ പറയുകയാണ്. ദ ലൈഫ്ലെസ് ചർച്ച് ഈസ് എ മ്യൂസിയം. പീപ്പിൾ കം, എൻ്റർ, ഗോ. ജീവനില്ലാത്ത ദേവാലയം മ്യൂസിയം പോലെയാണ്. ആളുകൾ വരും, കേറും, കാണും, ഇറങ്ങിപ്പോകും. നമ്മുടെ പള്ളികൾ, നമ്മുടെ ആരാധനാലയങ്ങൾ പലപ്പോഴും വിശുദ്ധ കുർബാനയ്ക്ക് പ്രാധാന്യം കൊടുത്തില്ലെങ്കിൽ അത് വെറും ഒരു കാഴ്ച സ്ഥലം പോലെ, ഒരു മ്യൂസിയം പോലെ ജീവനില്ലാത്ത കെട്ടിടങ്ങളായിട്ട് മാറും. പാപ്പയുടെ ഒരു വാണിംഗ് ആണ്. പറഞ്ഞേ ഹല്ലേലൂയ. അവിടെ ജീവൻ ഉണ്ടാകണമെങ്കിൽ പാപ്പ പറയുന്ന ഒരു കാര്യമാണ്, നിത്യമായ ആരാധന നടക്കണം. നമ്മുടെ പള്ളിയിൽ 6:30 7 മണിക്ക് ഒരു പരിശുദ്ധ ബലി അർപ്പിക്കപ്പെടുമ്പോൾ സ്വർഗത്തിലെ സാന്നിധ്യം ഒരിക്കൽ കൂടി ആ ബലിപീഠത്തിലേക്ക് വരികയാണ്. ഈശോ വന്ന് ഇറങ്ങി നിന്ന സ്ഥലമാണ്. അവിടെ ആ ബലി അർപ്പിക്കുന്ന 1 മണിക്കൂർ 1.5 മണിക്കൂർ മാത്രമല്ല, അവിടെ നിങ്ങൾ ഒരുമിച്ച് ബലിയർപ്പിക്കുന്ന ഒരു പുരോഹിതൻ അവിടെ നിൽക്കുന്ന സമയം മാത്രമല്ല, ആ ദേവാലയത്തിൽ എപ്പോഴും ഈശോയുടെ സാന്നിധ്യം ഉണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. നമുക്കൊരു സങ്കടം വന്നാൽ ഓടി ചെല്ലണം. നിങ്ങൾക്ക് ചിലപ്പോൾ നാളെ നിങ്ങൾക്ക് ഒരു വിഷമം വന്ന ഓടിച്ചെല്ലാൻ ഒരു ധ്യാനഗുരു ഇല്ലാത്ത കാലം വരും. നിങ്ങളെ സഹായിക്കാൻ ഒരു കൗൺസിലർ ഇല്ലാത്ത കാലം വരും. നിങ്ങളെ കൈപിടിച്ച് നടത്താൻ ഒരു ഗുരുസ്ഥാനത്തുള്ള ഒരാൾ ഇല്ലാത്ത സമയം വരും. ഇല്ലാതെ നിങ്ങൾ സങ്കടപ്പെടുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ ഗുരു, നിങ്ങളുടെ നാഥൻ, നിങ്ങളുടെ കർത്താവ്, നിങ്ങളുടെ ഏക സത്യദൈവം ഇറങ്ങി നിൽക്കുന്ന ദേവാലയത്തെ മറന്ന് നിങ്ങൾ എങ്ങോട്ട് ഓടാനാണ്? പറഞ്ഞേ ഹല്ലേലൂയ. എന്ത് സങ്കടം വന്നാലും കൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, എന്ത് വിഷമങ്ങൾ, ഒരു പാപം നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നു, വീട്ടിലൊരു പ്രശ്നം നിങ്ങളെ അലട്ടുന്നു, നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല, ഇനി എന്നെ ചെയ്യണമെന്ന് അറിയത്തില്ല, ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല, ആകെ കുഴഞ്ഞ് മറിഞ്ഞ് ചീഞ്ഞൊരു ജീവിതം. ഓടിപ്പോ ദേവാലയത്തിലേക്ക്. ബലിയർപ്പിക്കപ്പെട്ട ഒരു ദേവാലയത്തിൽ നിന്ന് കർത്താവ് ഒരിക്കലും ഇറങ്ങിപ്പോകത്തില്ല. ആരാധന നടക്കുന്ന ഒരു ദേവാലയം മ്യൂസിയം ആവത്തില്ല. ആരാധന നടക്കുന്ന ഒരു ആലയം കർത്താവിന്റെ സാന്നിധ്യം ഇറങ്ങി നിൽക്കുന്ന സ്വർഗീയ ജെറുസലേമായിട്ട് തിളങ്ങി വിളങ്ങി തന്നെ നിൽക്കും. പറഞ്ഞേ ഹല്ലേലൂയ. ഓർത്തു നോക്കി അതിന്റെ സീരിയസ്നെസ് ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ, നമ്മൾ പള്ളിയിലൊക്കെ പോയി നമ്മളെ ദേവാലയങ്ങളിൽ പോയിട്ടൊക്കെ നമ്മൾ ചിലപ്പോൾ കാണിച്ചു കൂട്ടുന്നത് ആരുടെ നേരെ നമ്മൾ വിരൽ ചൂണ്ടണ്ട. അവർ ചെയ്തു, ഇവർ ചെയ്തു, ഇവരെന്നെ ഇങ്ങനെ കാണിച്ചു കൂട്ടുന്നത്. വിരലുകൾ മുഴുവൻ നമ്മുടെ നേരെ ചൂണ്ടണം. ബലിയർപ്പണം നടക്കുന്ന ഒരു ആലയത്തിൽ നമ്മൾ കാണിച്ചു കൂട്ടിയത് വ്യക്തമായിട്ടും വ്യക്തിപരമായിട്ടും ഒരു ആത്മശോധന നടത്തണം. കാണിച്ചു കൂട്ടിയ കോപ്രായങ്ങൾ, വഴക്കുകൾ, ആശയക്കുഴപ്പങ്ങൾ, ചർച്ചകൾ, ഇതൊന്നും നടക്കേണ്ട സ്ഥലമല്ല കർത്താവിൻ്റെ ബലിപീഠം. ആ ബലിപീഠത്തിൽ നിലനിൽക്കുന്ന ആലയം പറയുമ്പോൾ ഇത് ചൊറിയും മാന്തും എന്നൊക്കെ എനിക്കറിയാം. അതൊക്കെ ഇരുന്ന് ചൊറിഞ്ഞോ, സമയം കിട്ടുമ്പോൾ ഇരുന്ന് മാന്തിക്കും. നന്നായിട്ട് മനസ്സിലാക്ക്. കാലഘട്ടത്തെ ഈശോ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ കാലഘട്ടത്തിൽ ഈശോ കാണിച്ച ഏറ്റവും വലിയ അടയാളത്തിലൂടെയാണ്. എന്നും നിൽക്കുന്ന ഒരു അടയാളം, ഇതിന് മുകളിൽ മറ്റൊരു അടയാളം കർത്താവിന് കാണിക്കാനില്ല. വിശുദ്ധ കുർബാന അർപ്പണം നടക്കുന്ന ബലിപീഠത്തിന്റെ ചുറ്റും നമ്മൾ എന്തൊക്കെയാ കാണിച്ചു കൂട്ടിയത്? ദൈവജനമേ, ദൈവത്തിന്റെ പുരോഹിതന്മാരെ, നമ്മൾ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയത്? ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി നിൽക്കുന്ന മലയിൽ ഒരു മൃഗം കാലുകുത്തിയാൽ ആ മൃഗത്തെ ചുട്ടുകൊല്ലണമെന്ന പഴയ നിയമത്തിന്റെ കാർക്കശ്യം നിലനിൽക്കുന്ന ഒരു സ്ഥലത്ത് ദൈവം നേരിട്ട് ഇറങ്ങി വന്ന ബലിപീഠത്തിന്റെ ചുറ്റും കിടന്ന് നമ്മൾ കാണിച്ചു കൂട്ടുന്നത് എന്താണ്? ഞാൻ ശരി, നീ ശരി, അവര് തെറ്റ്, ഞാൻ കുറച്ചും കൂടെ വലിയ ശരി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തർക്കങ്ങളും ചർച്ചകളും മീറ്റിങ്ങുകളും നടത്തേണ്ട ഒരു സ്ഥലമല്ല ഇതെന്ന് പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനം മുഴുവനായിട്ട് ഒരിക്കൽ കൂടി മനസ്സിലാക്കും. കർത്താവ് പൊള്ളിക്കും. തെരഞ്ഞെടുത്തൊരു ജനത്തെ നന്നായിട്ട് പൊള്ളിച്ച കർത്താവാണ്. അത്രയും വാഗ്ദാനം ചെയ്ത ഒരു ജനത്തെ പ്രവാസത്തിലേക്ക് കൈവിട്ട് കളഞ്ഞൊരു കർത്താവാണ്. ഇറങ്ങി വന്ന ദേവാലയത്തിൽ നിന്ന് മഹത്വം ഇറങ്ങിപ്പോയത് എസെക്കിയേലിലൂടെ കാണിച്ചു കൊടുത്തൊരു കർത്താവാണ്. പൊള്ളിക്കും. ഇത് സ്വരം കേക്ക്, ദൈവത്തിന്റെ സ്വരമായിട്ട് ഇത് കേക്ക്. ദേവാലയത്തോടുള്ള അവഗണന, ദേവാലയ കർമ്മങ്ങളോടുള്ള നിങ്ങളുടെ ശ്രദ്ധയില്ലായ്മ, വിശുദ്ധ കുർബാനയോടുള്ള അനാദരവ്, അശ്രദ്ധയോടെയുള്ള ബലിയർപ്പണം, ബലി വേണ്ട രീതിയിൽ യോഗ്യതയോടെ അർപ്പിക്കാതിരുന്നതെല്ലാം ഈ പൊള്ളലിന് കാരണമാകും. ഇതായിരിക്കണം മറ്റൊരു ഭാഷ്യത്തിൽ ചിന്തിച്ചാൽ നമ്മുടെ സകല സങ്കടങ്ങൾക്കും വേദനകൾക്കും കാരണം ഈ വിശുദ്ധ കുർബാനയോട് നമ്മൾ കാണിച്ച അനാദരവാണ്. നിങ്ങളതൊന്ന് തിരുത്തി നോക്ക്. വീണ്ടും നന്നായിട്ടൊന്ന് ബലിയർപ്പിക്കാൻ ശ്രമിക്കുക. കയറി ചെല്ലുന്നത് ആരാധന നടക്കുന്ന സ്ഥലമാണ്, കർത്താവ് ഇറങ്ങി വന്ന സ്ഥലമാണെന്ന ബോധത്തിൽ കർത്താവിൻ്റെ ബലിപീഠത്തിലോട് ചെല്ലുക. നിങ്ങളുടെ സകല പ്രശ്നങ്ങളെയും കർത്താവ് മാറ്റിത്തരും. നിങ്ങൾ എങ്ങോട്ട് ഓടേണ്ടി വരില്ല. വർഷങ്ങൾ നീണ്ടു നിവർന്ന് ഓടേണ്ടി വരത്തില്ല. എവിടെയും പോയി എഴയേണ്ടി വരത്തില്ല. കർത്താവിന് മുമ്പിൽ കർത്താവ് നിങ്ങളെ തലയുയർത്തി പിടിച്ച് നിർത്തും. ആരാധനയ്ക്ക്, ബലിയർപ്പണത്തിന് നിങ്ങൾ 1-ാം സ്ഥാനം കൊടുക്കുക.
രണ്ട് കരങ്ങൾ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. സങ്കീർത്തനം 105:4 ദാവീദ് ഇങ്ങനെ പറയുന്നുണ്ട്. ദിനവൃത്താന്ത പുസ്തകത്തിലെ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ടാണ്. ദാവീദ് ഇങ്ങനെ പറയുന്നുണ്ട്, കർത്താവിനെയും അവിടുത്തെ ബലത്തെയും അന്വേഷിക്കുവിൻ. സങ്കീർത്തനം 105:4 കർത്താവിനെയും അവിടുത്തെ ബലത്തെയും അന്വേഷിക്കുവിൻ, നിരന്തരം അവിടുത്തെ സാന്നിധ്യം തേടുവിൻ. നിങ്ങൾ ഇന്ന് കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് ഒരു വിഷമത്തിലൂടെ നിങ്ങൾ കടന്നു പോവാണ് മക്കളെ. നിങ്ങൾ ആയിരം സ്ഥലങ്ങളിലേക്ക് ഓടാതെ നിരന്തരം കർത്താവിൻ്റെ സാന്നിധ്യം ബലിപീഠത്തിലോട്ട് ചെല്ല്. വ്യക്തികളിലേക്കല്ല, ആളുകളിലേക്കല്ല, ഗുരുക്കന്മാരിലേക്കല്ല. അച്ഛനത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു ധ്യാനകേന്ദ്രത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന ഒരാളാണ് ഞാൻ, ഒരു ധ്യാനകേന്ദ്രത്തിൽ ഉള്ള ഒരാളാണ് ഞാൻ പറയണത് അങ്ങോട്ടൊന്നും പോവരുതെന്നല്ല. നിങ്ങൾ പോവേണ്ടത് ആദ്യം നിരന്തരം നിങ്ങൾ പോവേണ്ടത് നിങ്ങളുടെ കർത്താവിൻ്റെ ബലിപീഠത്തിങ്കിലേക്കാണ്. പറഞ്ഞേ ഹല്ലേലൂയ, ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ദാവീദ് ഇങ്ങനെ പറയാനുള്ള ഒരു കാരണമുണ്ട്. സമയം കിട്ടുമ്പോൾ എടുത്ത് വായിച്ചു നോക്കണം. ദിനവൃത്താന്ത പുസ്തകം 1 ദിനവൃത്താന്തം 15, 16, 17 അധ്യായങ്ങളാണ്. ദാവീദ് ഒരു വലിയ തീരുമാനം എടുക്കുന്നുണ്ട്. സാവൂൾ രാജാവായിരുന്ന സമയത്ത് വാഗ്ദാന പേടകത്തെക്കുറിച്ച് മറന്നുപോയി. ദാവീദ് രാജാവായ സമയത്ത് ആദ്യം എടുത്ത തീരുമാനം, നമുക്ക് കർത്താവിൻ്റെ വാഗ്ദാന പേടകം തിരിച്ചു കൊണ്ടുവരണം, ദൈവത്തിൻ്റെ ആരാധനയ്ക്ക് 1-ാം സ്ഥാനം കൊടുക്കണം. രാജാവായപ്പോൾ ദാവീദ് എടുത്ത ആദ്യത്തെ തീരുമാനമാണ് വാഗ്ദാന പേടകം തിരിച്ചു കൊണ്ടുവരണം. സാവൂളിൻ്റെ കാലത്ത് നമ്മളത് മറന്നുപോയി. 1-ാം സ്ഥാനം കർത്താവിന് കൊടുക്കണം, ആരാധനയ്ക്ക് കൊടുക്കണം. അങ്ങനെ ദാവീദ് വലിയ അകമ്പടിയോടുകൂടി, പ്രാർത്ഥനകളോടുകൂടി, വാദ്യഘോഷങ്ങളോടുകൂടി ദൈവത്തിൻ്റെ പേടകത്തെ ജെറുസലേമിലേക്ക് കൊണ്ടുവരികയാണ്. ദൈവത്തിൻ്റെ ആ ദേശത്തേക്ക് കൊണ്ടുവരികയാണ്. കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ച് കഴിഞ്ഞിട്ട് ദാവീദ് പുരോഹിതന്മാരെ നിയോഗിക്കും, പാട്ടുകാരെ നിയോഗിക്കും, കാഹളമൂത്തുകാരെ, സെക്യൂരിറ്റിയെ എല്ലാം നിയോഗിക്കും. ദൈവത്തിൻ്റെ പേടകത്തിന് കാവൽ നിൽക്കാൻ, ആരാധന നടത്താൻ. 16-ാമത്തെ അധ്യായത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നിരന്തരം ബലിയർപ്പിക്കാൻ, രാവിലെയും വൈകിട്ടും ദഹനബലി അർപ്പിക്കാൻ അവൻ പുരോഹിതന്മാരെ നിയോഗിച്ചു. അവിടുത്തെ വിളക്ക് കെട്ടുപോകാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശുശ്രൂഷകരെ നിയോഗിച്ചു. എന്ന് വെച്ചാൽ ദാവീദിന് ഒറ്റ തീരുമാനമായിരുന്നു, എന്നെ ഇതുവരെ നയിച്ച കർത്താവിൻ്റെ മുമ്പിൽ നിരന്തരം ആരാധന നടക്കണം. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. അങ്ങനെ ഒരു തീരുമാനം എടുത്ത ദാവീദിന് കിട്ടിയ അനുഗ്രഹം എന്താണെന്നറിയോ? 1 ദിനവൃത്താന്തം 17:1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ നമ്മളിങ്ങനെ വായിക്കും. നാഥാൻ പ്രവാചകൻ വന്ന് ദാവീദിന്റെ അടുത്ത് വന്നിട്ട് ഒറ്റ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ പറയും, ദാവീദേ, നിനക്കിഷ്ടമുള്ളത് ചെയ്തുകൊള്ളുക, കർത്താവ് നിന്റെ കൂടെയുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. ആരാധനയ്ക്ക് നിൽക്കുന്നവന്റെ കൂടെ കർത്താവ് ഉണ്ടാവും. ബലിപീഠത്തിന് പ്രാധാന്യം കൊടുക്കുന്ന, കർത്തൃ ശുശ്രൂഷയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന, വചനത്തിന് പ്രാധാന്യം കൊടുക്കുന്ന, ബലിയർപ്പണത്തിനും നിത്യാരാധനയ്ക്കും പ്രാധാന്യം കൊടുക്കുന്ന ഒരുവന് കിട്ടുന്ന ഏറ്റവും വലിയ സമ്മാനം, അവൻ ഒറ്റയ്ക്കായി പോവത്തില്ല, കർത്താവ് അവന്റെ കൂടെ ഉണ്ടാകും. പറഞ്ഞേ ഹല്ലേലൂയ. തുടക്കത്തിൽ പറഞ്ഞു യെശയ്യാ 43, യാക്കോബേ നീ പേടിക്കണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു, പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എന്റേതാണ്. അത് പറയുന്നത് അവിടെ പോയ യാക്കോബിനെ, ഇവിടെ പോയ യാക്കോബിനെ അല്ല, ബലിപീഠത്തോട് ചേർന്ന് നിൽക്കുന്ന, ആരാധിക്കുന്ന, നിത്യം ആരാധന മനോഭാവത്തോടെ നിൽക്കുന്ന ഒരാൾക്ക് കർത്താവ് കൊടുക്കുന്ന വാഗ്ദാനാണ്, നീ ഒറ്റയ്ക്കായി പോവില്ല, യു വിൽ നെവർ ബി അലോൺ. പറഞ്ഞേ ഹല്ലേലൂയ. നമ്മുടെ എല്ലാ ഒറ്റപ്പെടൽ, നമ്മുടെ ഏകാന്തത, നമ്മുടെ അബാൻഡൻമെന്റ്, ഞാൻ ഒറ്റയ്ക്കായി പോയി ചതിച്ചു, എൻ്റെ പ്രിയപ്പെട്ടവരെന്നെ പറ്റിച്ചു, എൻ്റെ ചങ്ക് കീറി മുറിച്ചു, ഞാൻ വേദനിക്കുകയാണ്, എന്നെ സഹായിക്കാൻ ആരുമില്ല, ഞാൻ ആകെ ഒറ്റപ്പെട്ട് നിൽക്കുകയാണ്. മക്കളെ, അങ്ങനെ ഒരു സങ്കടത്തിൽ കൂടെ നിങ്ങൾ കടന്നു പോവാണേ അച്ഛൻ നിങ്ങളോട് പറയട്ടെ, ഈശോയുടെ ബലി ഇന്നും കൂടെ അർപ്പിച്ച ഒരു പുരോഹിതൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ഒറ്റയ്ക്കായി പോകത്തില്ല. ഈശോയ്ക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുക, പരിശുദ്ധ കുർബാനയ്ക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുക. യു വിൽ നെവർ ബി അലോൺ. നിങ്ങൾ ഒറ്റയ്ക്കായി പോകത്തില്ല, നിങ്ങൾ ഒറ്റയ്ക്കായി പോകത്തില്ല. കർത്താവ് വാഗ്ദാനം ചെയ്ത അതാണ്. യോഹന്നാൻ 6:36 56 വാക്യങ്ങളൊക്കെ നിങ്ങൾ വായിച്ചു നോക്കിയേ. ഞാൻ അവനിലും അവൻ എന്നിലും വസിക്കും. യു വിൽ നെവർ വാക്ക് അലോൺ. വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന നിനക്കുള്ള ഏറ്റവും വലിയ ബോധ്യം, നീ ഒറ്റയ്ക്കായി പോകത്തില്ല. പറഞ്ഞേ ഹല്ലേലൂയ. ജീവിത പങ്കാളി ഇട്ടേച്ച് പോവായിരിക്കും, മക്കൾ തിരിഞ്ഞു നോക്കുന്നുണ്ടാവില്ല, മാതാപിതാക്കൾ മൈൻഡ് ചെയ്യുന്നുണ്ടാവില്ല, നിങ്ങൾ ട്രസ്റ്റ് ചെയ്ത ആൾക്കാർ നിങ്ങളെ ഇങ്ങനെ കീറിക്കളയുന്നുണ്ടാകും, നിങ്ങൾ ആശ്രയം വെച്ച് കൈ കൊടുത്തവരൊക്കെ നിങ്ങളുടെ കൈ പിടിച്ചൊടിച്ച് കളയുന്നൊരു സമയം വരാം, നിങ്ങൾ പിടിച്ചു നിന്ന കൊമ്പ് ചിലപ്പോൾ ഒടിഞ്ഞ് താഴെ വീഴുന്നൊരു സമയം വരാം, നിങ്ങൾ നിൽക്കുമെന്ന് വിചാരിച്ച നിലം കിടന്നിളകുന്ന നിങ്ങളുടെ സ്വപ്നങ്ങളോട് ചീട്ടുകൊട്ടാരം പോലെ തകർന്ന് നിങ്ങൾ ആ സങ്കടത്തിന്റെ തിരമാലക്ക് മുമ്പിൽ ഇപ്പൊ തീർന്നു പോകുമെന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയം വരാം. വിഷമങ്ങളൊരു കൊടുമുടി പോലെ ഉയർന്ന് നിങ്ങൾക്കൊരു അപ്പുറം കാണാൻ പറ്റാത്ത രീതിയിൽ കണ്ണിൽ ഇരുട്ട് കയറുന്ന ഒരു സമയം, പട്ടാപ്പകൽ പോലും കണ്ണ് ഇരുട്ട് കയറുന്ന ഒരു സമയം വന്നേക്കാം. യു വിൽ നെവർ വാക്ക് അലോൺ. വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ട് നീ ഇറങ്ങ്, ആ ദിവസം നീ പ്രകാശം കാണും.
നിന്റെ വീട്ടിലെ സകല ഇരുട്ടും മാറും വിശുദ്ധ കുർബാന അർപ്പിച്ചാൽ. പറഞ്ഞേ ഹല്ലേലൂയ. അതിനൊരു മടിയും കാണിക്കരുത്. കർത്താവിന് ഒന്നാം സ്ഥാനം, ബലിപീഠത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുക. ആ ജനത്തെ കർത്താവ് കൈവിടത്തില്ല. ഇവിടെ സൗറിലെ വിശുദ്ധ കുർബാനയായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒത്തിരി കാര്യങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിലും ഇവിടെ മനസ്സിലേക്ക് അച്ഛൻ കുറച്ച് കുഞ്ഞു കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുക. ഒന്ന്, നമ്മളിപ്പോൾ ഒത്തിരി തരത്തിൽ ഇപ്പം നമ്മുടെ വീട്ടിലൊക്കെ കാണും ഒരു പുഴുങ്ങിയ ക്രിസ്ത്യാനി നമ്മുടെ വീട്ടിൽ കാണും. പള്ളി പോവാത്തൊരു പുഴുങ്ങിയ ക്രിസ്ത്യാനി എന്താണ് വെച്ചാൽ മാമോദീസ ജലം വീണു, തല കുതിർന്നു, വേറെ ഒരു ഉപകാരം ഉണ്ടായില്ല. അതിന് വെള്ളത്തിൽ വെച്ച് പുഴുങ്ങാം, അത്രേ ഉള്ളൂ. ഉരുളക്കിഴങ്ങ് പോലെ ഇരിക്കുന്ന ഒരെണ്ണം വീട്ടിൽ കാണും. ഈ ദൈവത്തോട് നേരിട്ട് സംസാരിക്കുന്ന കുറച്ച് നിങ്ങളുടെ വീട്ടിലും കാണത്തില്ല അങ്ങനത്തെ ഒരെണ്ണം. അപ്പോൾ അവർ പറയാം, എന്താ പള്ളി പോയിട്ട് പ്രാർത്ഥിക്കേണ്ട കാര്യം, വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ച പോലെ. എന്നോട് പറയട്ടെ, വീട്ടിലിരുന്നും പ്രാർത്ഥിക്കാം, കാട്ടിലിരുന്നും പ്രാർത്ഥിക്കാം, പള്ളി വന്ന് ബലിയും അർപ്പിക്കാം. നമുക്ക് വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കാം. നല്ല രീതിയിൽ അതിന് മനസ്സിലാക്കിയെടുത്തേ. അച്ഛന് വേണമെങ്കിൽ എൻ്റെ മുറിയിലിരുന്ന് പ്രാർത്ഥിക്കാം, എനിക്കൊരു കാട്ടിൽ പോയിരുന്ന് പ്രാർത്ഥിക്കാം, ബസ്സിലിരുന്ന് പ്രാർത്ഥിക്കാം, ഞാൻ യാത്ര ചെയ്യുന്ന സമയത്ത്, വേണമെങ്കിൽ നടന്നു പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ ഞാൻ എവിടെയെങ്കിലും പോയി ചുമ്മാ ഇരിക്കുന്ന സമയത്ത്, എപ്പോൾ വേണേലും എനിക്ക് നിങ്ങൾക്കും പ്രാർത്ഥിക്കാം. ശരിയാണോ? പറഞ്ഞേ ഹല്ലേലൂയ. കർത്താവ് ഇത് കേൾക്കുമോ? കേൾക്കും പിണ്ണാക്കും. പിന്നെന്തൊക്കെയുണ്ട്? ഉറപ്പാണോ കേൾക്കുമെന്ന്? എന്നെ ഉറപ്പുള്ള നിങ്ങൾക്ക് നമ്മുടെ പ്രാർത്ഥന കർത്താവ് കേൾക്കും, നല്ല ഉറപ്പാണ്. എന്നുള്ളത് പറയട്ടെ, കർത്താവിന് കേൾക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ നിങ്ങൾക്ക് ഒട്ടും സംശയിക്കാതെ കർത്താവ് കേൾക്കുമെന്ന് ഉറപ്പുള്ള ഒരു സമയമാണ് വിശുദ്ധ കുർബാന. എന്താ വ്യത്യാസം എന്നറിയോ? ഫോർ എക്സാമ്പിൾ, അച്ഛനെ ഓർക്കുക. അച്ഛൻ്റെ മുറിയിലിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒരു പുസ്തകം എടുത്തു വെച്ച് വായിച്ച് പ്രാർത്ഥിക്കുന്നു. ഞാൻ ഒച്ചത്തിൽ പ്രാർത്ഥിക്കുന്നു, ഞാൻ കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കുന്നു, ഞാൻ മൗനമായിട്ട് പ്രാർത്ഥിക്കുന്നു, ഞാൻ നടന്ന് പ്രാർത്ഥിക്കുന്നു. തെറ്റുണ്ടോ ഇതിനകത്ത്? എന്തെങ്കിലും ഉണ്ടോ? ഇപ്പം പറ. ഇല്ലല്ലോ. പക്ഷെ ഇതിലെല്ലാം ആരാ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്? ഈശോയോ? ഞാൻ കണ്ണടച്ച് പ്രാർത്ഥിക്കുന്നു, ഞാൻ ഒച്ചത്തിൽ പ്രാർത്ഥിക്കുന്നു, ഞാൻ പുസ്തകം എടുത്ത് വായിച്ച് പ്രാർത്ഥിക്കുന്നു, ഞാൻ നടന്ന് പ്രാർത്ഥിക്കുന്നു. ആരാ? ഞാൻ. ഒരുറപ്പില്ല അപ്പുറത്ത് തന്നെ സംഭവിച്ചത്. ഇവിടെ എല്ലാം ഞാനായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. എനിക്കൊരു ചിന്തയാണ്, കർത്താവ് ഇത് കേൾക്കും. ഉറപ്പുണ്ടോ? നിക്ക് ഉണ്ടെന്ന് പറയുന്നതിന് മുമ്പ് നിക്ക്. വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന സമയത്ത്, വിശുദ്ധ കുർബാനയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മളവിടെ ഉണ്ട്. ശരിയാണോ? നമ്മളവിടെ ഉണ്ട്, നമ്മൾ ഒച്ചത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ ആ വിശുദ്ധ കുർബാന, പ്രാർത്ഥനകളെല്ലാം ഞാൻ തന്നെയാണ് എല്ലാം ചെയ്തത്. പക്ഷെ വിശുദ്ധ കുർബാനയിൽ ആരാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഈശോയാണ് മെയിൻ. മറ്റേതിലെല്ലാം ഞാനാണ് മെയിൻ. കിട്ടുന്നുണ്ടോ? ഞാനാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധ കുർബാന ആരാ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഈശോയാണ്. അപ്പവും വീഞ്ഞും അച്ഛൻ എടുത്ത് വാഴ്ത്തി കുർബാനയാക്കുന്നു. ആണോ? നോ. അച്ഛൻ എടുത്തു, കൊടുത്തു, പ്രാർത്ഥിച്ചു. ആരാണിത് ചെയ്യുന്നത്? നമ്മൾ അർപ്പിക്കാൻ പോയി, നമ്മൾ ഒച്ചത്തിൽ പാട്ട് പാടി, നമ്മൾ ഉറക്കെ പ്രാർത്ഥിച്ചു, നമ്മൾ മൗനമായിട്ട് നിന്നു, മുട്ടുകുത്തി നിന്നു, എഴുന്നേറ്റ് നിന്നു, കൈവിരിച്ച് പിടിച്ചു നിന്നു. പക്ഷെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആരാണ്? ഈശോയാണ്. മറ്റേത് പ്രാർത്ഥനയിൽ നിന്നും കർത്താവ് ഇത് കേട്ടു എന്ന് നിങ്ങൾക്ക് ഉറപ്പുള്ള കാര്യമാണ് വിശുദ്ധ കുർബാന. മറ്റു പ്രാർത്ഥനകൾ കേൾക്കത്തില്ലെന്നല്ല, ഇത് കേൾക്കാതിരിക്കത്തില്ല. കാരണം അവിടെ ആരാ ഉള്ളേ? പ്രവർത്തിക്കുന്ന ആരാണ്? ഈശോയാണ്. കൃത്യമാണോ? പിടികിട്ടുന്നുണ്ടോ? പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഏറ്റവും നല്ല പ്രാർത്ഥന, ഏറ്റവും നല്ല ആരാധന, ഏറ്റവും ഉറപ്പുള്ള പ്രാർത്ഥനയും വിശുദ്ധ കുർബാനയാണ്. സന്തോഷം പറഞ്ഞേ ഹല്ലേലൂയ. രണ്ടാമത്തെ ഒരു കാര്യം, നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഓരോരുത്തരും ഉദാഹരണം എടുത്തേ. മുറിയിലിരുന്ന് പ്രാർത്ഥിക്കുന്നു. ഫോർ എക്സാമ്പിൾ, ഞാനൊരു മെഡൽ കൈ പിടിച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ മിഖായേലിൻ്റെ മെഡൽ എടുത്ത് കൈ പിടിച്ച് പ്രാർത്ഥിക്കുന്നു. ഇത് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ ഇമാജിൻ ചെയ്യുകയാണ്, ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ ഓർമ്മയിലേക്ക്, എൻ്റെ ചിന്തയിലേക്ക് കൊണ്ടുവരികയാണ്, വിശുദ്ധ മിഖായേലിൻ്റെ സാന്നിധ്യം ഇവിടെ ഇപ്പോൾ ഉണ്ട്. ഞാനത് ചിന്തിക്കുകയാണ്, ഇമാജിൻ ചെയ്യുകയാണ്. ഉണ്ടെന്ന് വല്ല ഉറപ്പുണ്ടോ? നിങ്ങളൊന്നും പറയുന്നില്ലോ. ഉണ്ട്, ഇവിടെ ഉണ്ട്, എനിക്ക് ഉറപ്പാണ്. ഞാൻ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു സൈഡിൽ പരിശുദ്ധ അമ്മയും മറ്റേ സൈഡിൽ പിന്നെ മിഖായേൽ മാലാഖയും പുറകിൽ ഇങ്ങനെ പൗലോസ് ശ്ലീഹായും ഇങ്ങനെ നിൽക്കുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എനിക്ക് നന്നായിട്ട് അറിയാം. സി, അത് എൻ്റെ ഉള്ളിലോട്ട് വരാൻ വേണ്ടി ആദ്യ കാലഘട്ടങ്ങളിൽ ഞാനിത് ചിന്തിച്ചു. മാതാവ് ഇവിടെ ഉണ്ട്, മിഖായേൽ മാലാഖ ഇവിടെ ഉണ്ട്, പൗലോസ് ശ്ലീഹ ഇവിടെ ഉണ്ട്, ഈശോ ഇതെല്ലാം കണ്ടുകൊണ്ട് എൻ്റെ അടുത്ത് തന്നെ ഉണ്ട്. ഇതെല്ലാം ഞാനിങ്ങനെ ചിന്തിച്ച് ഈശോ ഇവിടെ ഉണ്ടെന്ന് ഞാൻ ചിന്തിച്ചു. സി, വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ നീ ഇമാജിൻ ചെയ്യേണ്ട കാര്യമില്ല ഈശോ ഇവിടെ ഉണ്ടോ എന്ന്. അവിടെ ഉണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. കിട്ടുന്നുണ്ടോ? ബാക്കി പ്രാർത്ഥനകളെല്ലാം ഈശോയെ നീ ഇവിടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ കണ്ണുകൾ ഞാൻ അടയ്ക്കുമ്പോഴും എൻ്റെ ആന്തരിക നേത്രങ്ങൾ തുറന്ന് ഞാൻ വിശ്വസിക്കുന്നു, അങ്ങിവിടെ ഉണ്ട്. മാതാവേ, അമ്മയുടെ സാന്നിധ്യം ഇവിടെ ഉണ്ട്, മാലാഖമാരെ സാന്നിധ്യം ഇവിടെ ഉണ്ട്. ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ ചിന്തിക്കുന്നു. വിശുദ്ധ കുർബാനയിൽ
ഞാൻ ചിന്തിക്കുകയല്ല, ഞാൻ ഇമാജിൻ ചെയ്യുകയല്ല, ഞാൻ ഊഹിക്കുകയല്ല. ഈശോയുടെ സാന്നിധ്യം സത്യമായും അവിടെ ഉണ്ട്. പറഞ്ഞേ ഹല്ലേലൂയാ. ഇത്രയും ഉറപ്പുള്ള വേറൊരു പ്രാർത്ഥന നമുക്കില്ല. നിങ്ങൾ ചിന്തിച്ചാലും ഇമാജിൻ ചെയ്താലും ഇല്ലെങ്കിലും, നിങ്ങൾ കണ്ടാലും ഇല്ലെങ്കിലും, നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും, വിശുദ്ധ കുർബാനയിൽ ഈശോയുടെ സാന്നിധ്യം അവിടെ ഉണ്ട്. പറഞ്ഞേ ഹല്ലേലൂയാ. കാരണം ഈശോ പറഞ്ഞു, ഞാൻ എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ഈ അപ്പം ഭക്ഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ തന്നെയാണ് ഭക്ഷിക്കുന്നത്. ഈ രക്തം പാനം ചെയ്യുമ്പോൾ എന്നെ തന്നെയാണ് നിങ്ങൾ പാനം ചെയ്യുന്നത്. ഈ അപ്പം ഭക്ഷിക്കുക, ഈ ശരീരവും രക്തവും ഭക്ഷിക്കുമ്പോൾ ഞാൻ അവനിലും അവൻ എന്നിലും, ഞാൻ അവൻ്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കുമെന്ന് വാഗ്ദാനം ചെയ്തത് അച്ഛനല്ല, വിശുദ്ധരല്ല, മാലാഖമാരല്ല, ഈശോയാണ്. അതുകൊണ്ട് നമുക്ക് ഒരു സംശയമില്ല, വിശുദ്ധ കുർബാനയുടെ സമയത്ത് ഈശോ അവിടെ തന്നെ ഉണ്ട്. രണ്ട് കരങ്ങൾ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ. സന്തോഷം പറഞ്ഞേ ഹല്ലേലൂയാ. അതൊക്കെ എന്തുകൊണ്ടാണ് നമ്മൾ ഏറ്റവും വലിയ ആരാധന, ഏറ്റവും നല്ല പ്രാർത്ഥനയായിട്ട് വിശുദ്ധ കുർബാന എടുക്കുന്നത്? ഒന്ന്, ഈശോയുടെ സാന്നിധ്യം, ഈശോയാണ് അത് ചെയ്യുന്നത്. രണ്ട്, ഈശോ അവിടെ തന്നെ ഉണ്ട്. ഞാനത് ചിന്തിച്ചു കൂട്ടേണ്ട കാര്യമില്ല, ഞാൻ ഊഹിക്കേണ്ട കാര്യമില്ല, ഇമാജിൻ ചെയ്യേണ്ട കാര്യമില്ല. പറഞ്ഞേ ഹല്ലേലൂയാ. ഇനി ആ ഈശോയുടെ സാന്നിധ്യത്തെ കുറിച്ച് സഭ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു കാര്യമാണ് ജീവനുള്ള സാന്നിധ്യം. എന്ത് സാന്നിധ്യമാണ്? ജീവനുള്ള സാന്നിധ്യം. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ എന്തപ്പമാണ്? ആണോ? ഫ്രിഡ്ജ് വെച്ചാണെന്നാണോ പറയുന്നത്? പ്രിസർവ് ചെയ്താന്നാണോ പറയണേ? അല്ല, ഇപ്പം നിങ്ങൾ സ്വീകരിക്കുമ്പോഴും ജീവനോടെ ഫ്രഷ് ആയിട്ട് നമ്മൾ ഈശോയെ സ്വീകരിക്കുകയാണ്. ജീവനുള്ള സാന്നിധ്യമാണ് നമ്മൾ വിശുദ്ധ കുർബാനയിൽ സ്വീകരിക്കുന്നത്. പറഞ്ഞേ ഹല്ലേലൂയാ. ജീവനുള്ള സാന്നിധ്യം എന്നൊക്കെ പറഞ്ഞാൽ എന്താ? നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമുക്ക് ജീവനുണ്ടോ? ഉണ്ട്. ശ്വാസമൊക്കെ കിട്ടുന്നുണ്ടല്ലോ അല്ലേ? പുറത്തോട്ടും വിട്. പറഞ്ഞേ ഹല്ലേലൂയാ. ജീവനുള്ള സാന്നിധ്യം പറഞ്ഞാൽ നിങ്ങൾക്കത് ഒരു ഉദാഹരണത്തോടെ പെട്ടെന്ന് മനസ്സിലാവും. ബൈബിളിലെ തന്നെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പഴയ നിയമത്തിൽ ഈ മോശയുടെ സംഭവം. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം എടുക്കാവോ? നന്നായിട്ട് അറിയാവുന്ന വചനഭാഗമാണ്, എന്നാലും ശ്രദ്ധിച്ചൊന്നുകൂടെ ഒന്ന് വായിച്ചാൽ കുറച്ചുകൂടെ കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു തരും. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ ഇങ്ങനെ ദൈവ സാന്നിധ്യം ഒരു മുൾപ്പടർപ്പിൽ നിൽക്കുന്ന സമയത്ത് കർത്താവ് ഇങ്ങനെ പറയുന്നുണ്ട്, ചെരുപ്പഴിച്ച് മാറ്റി നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. കർത്താവിൻ്റെ സാന്നിധ്യം നിൽക്കുന്നുണ്ട്. അപ്പോൾ കർത്താവ് സ്വയം പരിചയപ്പെടുത്തുന്നൊരു സമയമുണ്ട്. കുറേ കാര്യങ്ങൾ പറയും. മോശ പേരൊക്കെ ചോദിക്കും. പേര് പറയുമോ? ഇല്ല, പേരൊന്നും പറയുന്നില്ല. ഞാൻ ആകുന്നവൻ ആകുന്നു എന്നൊക്കെ പറയുന്നത്. അതിന് മുമ്പ് കർത്താവ് ആരാണെന്ന് കർത്താവ് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ആ വചനഭാഗം ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ അതിൻ്റെ 7 മുതലുള്ള വാക്യങ്ങളാണ്. 7-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: കർത്താവ് വീണ്ടും അരുളി ചെയ്തു, ഈജിപ്തിലുള്ള എൻ്റെ ജനത്തിൻ്റെ ക്ലേശങ്ങൾ ഞാൻ കണ്ടു. ശ്രദ്ധിച്ച് കേൾക്കണം. ഈജിപ്തിലുള്ള എൻ്റെ ജനത്തിൻ്റെ ക്ലേശങ്ങൾ ഞാൻ, പുറകിലുള്ളവരൊക്കെ പറ, ക്ലേശങ്ങൾ ഞാൻ കണ്ടു. രണ്ടാമത്തെ ഒരു വാക്യം ഇങ്ങനെയാണ്: മേൽനോട്ടക്കാരുടെ ക്രൂരത കാരണം അവരിൽ നിന്ന് ഉയരുന്ന രോദനം ഞാൻ കേട്ടു. ഞാനത് കണ്ടു, ഞാനത് കേട്ടു. അടുത്ത വാക്യം: അവരുടെ യാതനകൾ ഞാൻ അറിയുന്നു. 3 കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞേ. ഞാൻ കണ്ടു, കേട്ടു, ഞാനത് അറിയുന്നു. മറ്റൊരു വാക്യം ഇങ്ങനെയാണ്, 8-ാം വാക്യം: ഈജിപ്തുകാരുടെ കയ്യിൽ നിന്ന് അവരെ മോചിപ്പിക്കാൻ. ഓർത്തിരിക്കണ ഈ വാക്കുകൾ, മോചിപ്പിക്കാൻ. അവസാനത്തെ വാക്യം ഇങ്ങനെയാണ്, കുറേ ആൾക്കാരുടെ പേരൊക്കെ പറഞ്ഞിട്ട്, അവരെ നയിക്കാനുമാണ് ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നത്. 5 കാര്യങ്ങൾ മനസ്സിലാക്കൊണ്ടായിരിക്കണം. കർത്താവ് മോശയുടെ മുമ്പിൽ താൻ ആരാണ്, ആ ദൈവത്തിൻ്റെ ശക്തി എന്താണ്, ആ ദൈവം എങ്ങനെയുള്ള ഒരാളാണെന്ന് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ഞാൻ കാണുന്നു, ഞാൻ കേൾക്കുന്നു, ഞാൻ അറിയുന്നു, മോചിപ്പിക്കുന്നു, നയിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയാ. അച്ഛനിപ്പോൾ നിങ്ങളെ കാണാവോ? നിങ്ങൾക്ക് എന്നെ കാണാവോ? കേൾക്കാവോ? അറിയാവോ? പേരൊക്കെ അറിയാലോ, എനിക്ക് നിങ്ങളുടെ പേരറിയത്തില്ലല്ലോ. ഈ 3 കാര്യങ്ങൾ പ്രധാനമായിട്ടും. എനിക്ക് നിങ്ങളെ കാണാം, നിങ്ങളെ കേൾക്കാം, എനിക്ക് നിങ്ങളെ അറിയാം, തിരിച്ചു. അതിൻ്റെ അർത്ഥം ഞാൻ ജീവിക്കുന്ന ആളാണ്, ചത്തിട്ടില്ല. സത്യമായിട്ടും നിങ്ങൾക്ക് തന്നെ ഒരു വിശ്വാസമില്ലാത്ത പോലെ. നിങ്ങളും ജീവിച്ചിരിക്കുന്നുണ്ട്, കാരണം നിങ്ങൾ കാണുന്നു, കേൾക്കുന്നു, അറിയുന്നു. പറഞ്ഞേ ഹല്ലേലൂയാ. കർത്താവിൻ്റെ ഒരു എക്സ്ട്രാ പ്രത്യേകത, അവൻ മോചിപ്പിക്കുന്നു, നയിക്കുന്നു. ഈ 5 കാര്യങ്ങൾ ചെയ്യണമെങ്കിലും ആ ദൈവം മരിച്ച ഒരു ദൈവമായിരിക്കരുത്, ഊഹങ്ങളിലുള്ളൊരു ദൈവമായിരിക്കരുത്, ദൈവസങ്കല്പമായിരിക്കരുത്. ഈ കാണണമെങ്കിൽ, കേൾക്കണമെങ്കിൽ, അറിയണമെങ്കിൽ, നയിക്കണമെങ്കിൽ, മോചിക്കണമെങ്കിൽ ആ ദൈവം എങ്ങനെയുള്ള ദൈവമായിരിക്കണം? ജീവിക്കുന്ന ദൈവമായിരിക്കണം. പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പൊ അവരെ നയിക്കാൻ വേണ്ടി കർത്താവ് ഉപയോഗിച്ച ഏറ്റവും വലിയ കാര്യം
പട്ടിണി കടന്ന, മുന്നോട്ട് നീങ്ങാൻ ശക്തിയില്ലാത്ത ആ ജനത്തെ നയിക്കാൻ, മോചിപ്പിക്കാൻ കർത്താവ് ഉപയോഗിച്ച ഒരു എലമെന്റ്, ഒരു കാര്യമാണ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം. പിടികിട്ടുന്നുണ്ടോ? ആ അപ്പത്തെ കുറിച്ചാണ് ഈശോ യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുക. ആ അപ്പം, ആ ജീവനുള്ള അപ്പം, ആ അപ്പം ഭക്ഷിച്ചാൽ നിങ്ങൾ മരിക്കില്ല, ദാഹിക്കില്ല, നിങ്ങൾ ജീവിക്കും. ആ അപ്പം ആരാണ്? ഞാനാണ്. ജീവനുള്ള അപ്പം, ജീവനുള്ള സാന്നിധ്യം. പറ, അത് കിട്ടുന്നത് എവിടെ വെച്ചാണ് നിങ്ങൾക്ക്? പരിശുദ്ധ കുർബാനയിൽ, ദേവാലയത്തിലെ ബലിപീഠത്തിൽ. പറഞ്ഞേ ഹല്ലേലൂയ. നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ പ്രത്യേകത, ജീവിക്കുന്ന ദൈവം, എന്നെ കാണുന്ന, എന്നെ കേൾക്കുന്ന, എന്നെ അറിയുന്ന, എന്നെ മോചിപ്പിക്കുന്ന, എന്നെ നയിക്കുന്ന, ജീവിക്കുന്ന ദൈവമാണ്. പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷം പറഞ്ഞേ ഹല്ലേലൂയ. പറ, നിങ്ങൾ ഇന്ന് ബലിയർപ്പിച്ചാൽ നിങ്ങൾ ആരെയാ സ്വീകരിച്ചത്? ഇന്ന് കുർബാനയിൽ നിങ്ങൾ ആരെയാ സ്വീകരിച്ചേ? ഏത് ഈശോയെ? പണ്ട് കുരിശെ തറച്ച് മരിച്ചുപോയി ഈശോ. എന്നിട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ ഈശോ. പോരാ, പോരാ. ജീവിക്കുന്ന ഈശോ. മുറിച്ച് പറയണം, എന്നെ കാണുന്ന, എന്നെ കേൾക്കുന്ന, എന്നെ അറിയുന്ന, എന്നെ നയിക്കുന്ന, എന്നെ മോചിപ്പിക്കുന്ന, എന്നെ ജീവിക്കുന്ന ഈശോ. മറ്റാരുമില്ല എനിക്ക് ഈശോ അല്ലാതെ. ഈശോ ഉണ്ടെങ്കിൽ ഐ വിൽ നെവർ വാക്ക് അലോൺ. ഞാൻ ഒറ്റയ്ക്കായി പോകത്തില്ല. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ ഹല്ലേലൂയ. വളരെ കൗതുകകരമായ ഒരു കാര്യമുണ്ട്. അത് വായിച്ചപ്പോൾ എനിക്ക് ഒരു ചെറിയ സന്തോഷവും കണ്ണൊന്ന് നിറയുകയും കൂടി ചെയ്തു. നിങ്ങളുടെ കണ്ണ് നിറയലായിരിക്കും, നിങ്ങൾക്ക് സന്തോഷം തോന്നിയാലായിരിക്കും, എന്നാലും സന്തോഷിപ്പിൻ. ഈ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ച് കഴിഞ്ഞിട്ട് മോശയോടൊരു കാര്യം പറയുന്നുണ്ട്. ഞാനിങ്ങനെ മോചിപ്പിക്കും, നയിക്കും, ഞാൻ ജീവിക്കുന്ന ദൈവമാണെന്നൊക്കെ പറഞ്ഞിട്ട് മോശയോട് കൈകെട്ടിരുന്നോളാനാണോ പറഞ്ഞേ? അല്ല, മോശയോട് പറഞ്ഞ് നീ ഒരു പണി ചെയ്യണമെന്ന്. നീ ഒരു പണി ചെയ്യണം. എന്താണ് ചെയ്യേണ്ടത്? ഇവരെ കാണണം, അവരെ കേൾക്കണം, അവരെ അറിഞ്ഞിട്ട്, അവരെ നയിച്ച്, അവരെ മോചിപ്പിച്ച് നീ വേണം അവരെ കൊണ്ടുവരാൻ. പറഞ്ഞേ ഹല്ലേലൂയ. ശരിക്കും വിശുദ്ധ ബലി അർപ്പിക്കുന്ന സമയത്ത് പിന്നെ നമുക്കൊരു കമാൻഡ് കിട്ടുകയാണ്. കുടുംബത്തെ നയിക്കാൻ, ശുശ്രൂഷയെ നയിക്കാൻ, നമ്മുടെ ജോലി, നമ്മുടെ പഠനം, നമ്മുടെ കാര്യങ്ങൾ, നമ്മളെ കർത്താവ് ഏൽപ്പിച്ച കാര്യങ്ങൾ നടത്താനുള്ളൊരു കൃപയും കൂടിയാണ് ഈ ജീവൻ്റെ അപ്പം സ്വീകരിക്കുമ്പോൾ നമുക്ക് കിട്ടുക. കർത്താവിനെ കാണുക മാത്രമല്ല, കർത്താവിൻ്റെ സാന്നിധ്യം അറിയുക മാത്രമല്ല, ഈ ബലിപീഠത്തിൽ നിന്ന് ലഭിക്കുന്ന ശക്തിയാലാണ് നമുക്ക് മുന്നോട്ട് നീങ്ങാൻ പറ്റുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ. ചിലപ്പോൾ ഒരു സങ്കടം ഉണ്ടാകും, കർത്താവെ എനിക്ക് കുടുംബത്തെ നോക്കാൻ പറ്റണില്ല, എനിക്ക് എൻ്റെ ശുശ്രൂഷ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല, എനിക്ക് മക്കളെ നന്നായിട്ട് നടത്താൻ പറ്റുന്നില്ല, എനിക്ക് ജീവിത പങ്കാളിയൊന്ന് ഒരുമിച്ച് ചേർത്ത് പിടിക്കാൻ പറ്റണില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി സ്ഥലത്ത് നിങ്ങൾക്ക് ഇത് പറ്റുന്നില്ല, നിങ്ങൾക്ക് മടുത്തു പോകാണ്, നിങ്ങൾക്ക് ഇട്ടേച്ച് പോകാൻ തോന്നുകയാണ്, നിങ്ങൾ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ തല പൊളിയുന്ന പോലത്തെ വേദന നിങ്ങൾക്ക് കിട്ടുകയാണ്. കർത്താവെ മടുത്തു പോവായിരിക്കും. എന്നാ ചെയ്യണം? ശക്തി കിട്ടുന്നൊരു സ്ഥലമുണ്ട്. എവിടെയാണത്? ബലിയർപ്പണം. വിശുദ്ധ കുർബാന സ്വീകരിക്കുക. ആ ദിവസം നീ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങൾക്കുമുള്ള ആ ആത്മീയ യാത്രയ്ക്കുള്ള തിരുപ്പാതയം ജീവനുള്ള ഈശോ തന്നെ നിന്റെ ഉള്ളിലിരുന്ന് പിന്നെ കുടുംബത്തെ നയിക്കുന്ന നീയല്ല, ശുശ്രൂഷ നടത്തുന്ന നീയല്ല, പ്രാർത്ഥിക്കുന്ന നീയല്ല, ഓടുന്ന നീയല്ല, എല്ലാം കർത്താവ് ചെയ്തോളും. പറഞ്ഞേ ഹല്ലേലൂയ. കാരണം ജീവനുള്ള സാന്നിധ്യമാണ്. മരിച്ച ഊഹങ്ങളിൽ കഴിയുന്ന സങ്കല്പത്തിലുള്ള ദൈവമല്ല, ജീവിക്കുന്ന ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. മോശെ ഇത് കേട്ടിട്ട് തിരിച്ചൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഈ 3-ാമത്തെ അധ്യായത്തിൽ അതിന്റെ 11-ാമത്തെ വാക്യം ശ്രദ്ധിച്ചേക്ക്. നിങ്ങൾ മടുത്തോ? ഇല്ലല്ലോ. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. 3-ാമത്തെ അധ്യായം 11-ാം വാക്യം. മോശ ദൈവത്തോട് പറഞ്ഞു, ഫറവോയുടെ അടുക്കൽ പോകാനും ഇസ്രായേൽ മക്കളെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാനും ഞാൻ ആരാണ്? കർത്താവിനോട് പിന്നെയാ ചോദിക്കുന്നത്. കർത്താവെ പേരെന്നാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിനു മുമ്പ് മോശ ചോദിക്കുന്ന നമ്മൾ ചിലപ്പം ബൈപ്പാസ് ചെയ്ത് കളയും, ശ്രദ്ധിക്കില്ല. കർത്താവെ ഇതൊക്കെ ചെയ്യാൻ ഞാനാരുവാ? അല്ലേ? ചിലപ്പോൾ നമ്മൾ സങ്കടത്തിൽ ചോദിക്കും, കർത്താവ് ഇതെന്തിനാ എൻ്റെ തലയിലോട്ട് വെച്ച് തന്നെ? ആരെയോ മനസ്സിൽ വന്നില്ലേ ഇപ്പം? നിങ്ങളുടെ തലയിൽ വെച്ചാലേ അത് ശരിയാവുള്ളൂ, അതുകൊണ്ടാണ്. വേറെ ആരെങ്കിലും തല വെച്ചാൽ ശരിയാവില്ല. കണ്ടോ എല്ലാത്തിൻ്റെ മോന്തയൊക്കെ ഒന്ന് തെളിഞ്ഞത് നോക്കി. പറഞ്ഞേ ഹല്ലേലൂയ. നമ്മൾ ഇതെങ്ങനെ ഞാൻ ചെയ്യും? അല്ലെ, ഈ പോട്ടയിൽ കൺവെൻഷൻ വിളിച്ച സമയത്ത് ഫോണിൽ എനിക്കൊന്ന് ആദ്യം പറഞ്ഞിട്ട് ബിനോയച്ചനോട് ഞാൻ സമ്മതം പറഞ്ഞില്ല. ഞാൻ പറയാച്ചാന്ന് തോന്നുന്നു. ഞാൻ അന്ന് ഒരു യാത്രയിലെങ്ങാണ്ടായിരുന്നു എൻ്റെ ഓർമ്മ. ഞാൻ പള്ളി വന്നിട്ട് ഞാൻ ഈശോയോട് ഇത്രയും മോശയെ പോലെ നിഷ്കളങ്കതയിലൊന്നും അല്ല, ഇച്ചിരി കളങ്കമൊക്കെ എനിക്കുണ്ട്. ഞാൻ ചോദിച്ചു, കർത്താവെ പോട്ടയിലൊക്കെ പോകാൻ ഞാൻ ആരും കിട്ടുന്നുണ്ടോ? തിരുസഭയുടെ ഇല്ലെങ്കിൽ കേരള സഭയുടെ ഈറ്റില്ലമായ വിശുദ്ധരെ വാർത്തെടുത്ത് തിരുസഭയുടെ ഒരു ഗുരുകുലത്തിൽ പോയി നിൽക്കാൻ കർത്താവെ ഹു അമായി? അങ്ങ് വലിയവനാണ്, അങ്ങ് വലിയ ആളാണ്, അങ്ങ് നയിക്കും, നടത്തും, ഇതെല്ലാം എനിക്കറിയാം. ബലിപീഠത്തോട് ചേർന്ന് നിൽക്കുന്ന, അങ്ങയുടെ അൽത്താരെ ചേർന്ന് നിൽക്കുന്ന എന്നെ അങ്ങ് നയിക്കും എന്നൊക്കെ എനിക്കറിയാം.
പക്ഷെ ഞാനാരാ പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ എൻ്റെ ഫീൽഡിൽ നിന്നുകൊണ്ടാണ് പറയണേ. നിങ്ങൾ നിങ്ങളുടെ കാര്യം ഓർത്ത് നോക്കിയേ. കർത്താവ് ഇത്രയും വലിയ ഉത്തരവാദിത്വം ഈ മക്കളെയോ ഈ കുടുംബത്തെയോ ഈ ജോലി ഞാൻ ചെയ്യാനോ? ഇത്രയും വലിയ കാര്യം ഞാൻ എങ്ങനെ പഠിച്ചെടുക്കാനാണ്? പരീക്ഷയൊക്കെ വരുമ്പോഴത്തേ നമ്മുടെ മക്കൾ തല തല്ലി പഠിച്ച് കോപ്പി അടിച്ചിട്ട് പോലും പിടികിട്ടാത്ത കാര്യങ്ങളൊക്കെ അവർ കർത്താവ് ഇത് എന്ന് കോപ്പി അടിച്ച് തീരും, അല്ല എന്ന് പഠിച്ചു തീരും. ഞാൻ എൻ്റെ ചെറുപ്പകാലത്തേക്ക് ഒരു നിമിഷത്തേക്ക് ഓടിപ്പോയി, സോറി. നിങ്ങൾ ചിരിക്കൊന്നും വേണ്ട. നിങ്ങൾ കോപ്പി അടിച്ചിട്ട് തുണ്ടുകടലാസ് എവിടെ വെച്ചെന്ന് മറന്നുപോയ ടീമുകളാണ് നിങ്ങളെന്ന് എനിക്കറിയാം. ഞാൻ ആരാണ് കർത്താവ് ഇതൊക്കെ ചെയ്യാന്നൊക്കെ അല്ലേ? താൻ ആരുവാന്ന് നാട്ടുകാർ ചോദിക്കുന്നതിന് മുമ്പ് നമ്മൾ തന്നെ ചോദിക്കും, എൻ്റെ കർത്താവ് ഇതൊക്കെ ഞാനെങ്ങനെ ചെയ്യാനാണ്? മോശ വളരെ നിഷ്കളങ്കതയോട് ചോദിക്കുക, കർത്താവ് ഇതൊക്കെ കൊള്ളാം, സംഭവം കൊള്ളാം, അടിപൊളി, നയിക്കാൻ ഇതൊക്കെ ചെയ്യാൻ ഞാൻ ആരാണ്? ആ ഉത്തരവാണ് പ്രധാനം. കർത്താവിൻ്റെ ചോദിച്ചു ഞാൻ ആരാണ്? ശ്രദ്ധിച്ച് കേട്ടോണേ. മോശ ദൈവത്തോട് പറഞ്ഞു, ഫറവോയുടെ അടുക്കൽ പോകാനും ഇസ്രായേൽ മക്കളെ ഈജിപ്തിൽ നിന്ന് പുറത്തോട്ട് കൊണ്ടുവരാനും ഞാൻ ആരാണ്? മക്കളെ ഇത് കേട്ടോണ്ടിരിക്കുമ്പോൾ, ഇവിടെ ഇരിക്കുമ്പോഴും ഓൺലൈനിലിരുന്നും നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ പറ്റാത്തില്ലെങ്കിൽ, നിങ്ങൾക്ക് ദഹിക്കുന്നില്ലാത്ത, നിങ്ങൾക്ക് ചെയ്തു തീർക്കാൻ പറ്റാത്ത ഒരു വലിയ പ്രശ്നത്തിന്റെ മുമ്പിൽ, ഒരു ഉത്തരവാദിത്തത്തിന്റെ മുമ്പിൽ നിന്ന് കർത്താവ് എന്നെ കൊണ്ട് പറ്റത്തില്ല, ഞാൻ ആരാണ്, എന്നെ കൊണ്ട് പറ്റുന്നില്ല, ഞാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞു നിൽക്കുകയാണെങ്കിൽ, ഇപ്പോ സ്വർഗത്തിന്റെ ഈ ദൂത് കേട്ടോണം. കർത്താവ് മറുപടി കൊടുക്കുന്ന ഇങ്ങനെയാണ്, 12-ാമത്തെ വാക്യം, അവിടുന്ന് അരുളി ചെയ്തു, ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. ശ്രദ്ധിച്ച് കേട്ടോണം. ഉള്ള ചോദ്യത്തിന്, മര്യാദക്കുള്ള ചോദ്യത്തിനുള്ള ഉത്തരവൊന്നും അല്ല കർത്താവ് കൊടുക്കുന്നത്. മോശ ചോദിച്ചു ഞാൻ ആരാണ്? കർത്താവ് പറഞ്ഞു പറയേണ്ടത് ഇതാണ്, മോശേ നീ അവിടെ ജനിച്ച ഈ കുടുംബത്തിൽ ഇവിടെ മാമോദിസ മുങ്ങിയ ഇവിടുത്തെ ആ ചെറുക്കനല്ലേ, നീ പേടിക്കണ്ട, നിന്റെ കൂടെ ഞാനുണ്ട്. അതൊന്നും അല്ല. കർത്താവ് അഡ്രസ് ഒന്നും പറഞ്ഞില്ല, ഒരഡ്രസ്സും പറഞ്ഞില്ല. കർത്താവ് ഒറ്റ ഐഡന്റിറ്റി കൊടുത്തു. നോ അഡ്രസ്, വൺ ഐഡന്റിറ്റി. ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും. നീ ആരാന്നുള്ളതൊന്നും ഇവിടുത്തെ വിഷയമല്ല. വിശുദ്ധ കുർബാന ശ്രദ്ധിച്ച് മനസ്സിലാക്ക്. വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ഒരാൾ, ആ ആളുടെ ഐഡന്റിറ്റി ഇതാണ്, ദൈവം കൂടെയുള്ളവനാണ് ആ വ്യക്തി. നല്ല രീതിയിൽ മനസ്സിലാക്ക്. മോശ ചോദിച്ചു ഞാൻ ആരാണ്? നീ ദൈവം കൂടെയുള്ളവനാണ്. പിടികിട്ടുന്നുണ്ടോ? ശക്തി പറഞ്ഞേ ഹല്ലേലൂയ. അത് ദഹിച്ച് കിട്ടാൻ വേണ്ടി പരിശുദ്ധാത്മാവോട് പ്രാർത്ഥിച്ചോണം. നീ ആരാണ്? പാരമ്പര്യങ്ങളില്ല, സ്വത്തുവകകളില്ല, സഹായിക്കാൻ ബന്ധുമിത്രാദികളില്ല, അഭിമാനിക്കാൻ ഒന്നുമില്ല, കയ്യിലൊന്നുമില്ല. കർത്താവേ ഞാൻ ആരാണ്? ആ വിധിയു നിന്റെ അഡ്രസ്, നിന്റെ ഐഡന്റിറ്റി, കർത്താവ് കൂടെയുള്ളവൻ, കർത്താവ് കൂടെയുള്ളവൾ. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ പിന്നെ ഈ ചെങ്കടൽ പേടിക്കണ്ട, ഈ മരുഭൂമി പേടിക്കണ്ട, ഈജിപ്ത് പേടിക്കണ്ട, ചെന്നെത്താൻ പോകുന്ന ദേശത്തെ പേടിക്കണ്ട. ഒറ്റ ഐഡന്റിറ്റി. നീ ഈജിപ്തിലായാലും മരുഭൂമി കൂടെ നടക്കേണ്ടി വന്നാലും, ചെങ്കടലിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വന്നാലും, ചെങ്കടൽ കടന്നു പോകുമ്പോഴും, വാഗ്ദത്ത ഭൂമി ഉറ്റുനോക്കുമ്പോഴും, ആ ഭൂമിയിൽ നീ എത്തിയാലും, അപ്പോഴും നിന്റെ ഐഡന്റിറ്റി കർത്താവ് കൂടെയുള്ളവൻ. പറഞ്ഞേ ഹല്ലേലൂയ. ഉത്തരവാദിത്തം വലുതായിരിക്കും, പഠിച്ചു തീർക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ഉണ്ടായിരിക്കും, അത്ര വലിയ കാര്യങ്ങൾ കർത്താവ് ഏൽപ്പിച്ചിട്ടുണ്ടാകും. നീ കുഞ്ഞായിരിക്കും, പക്ഷെ കർത്താവ് കൂടെയുണ്ട്. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. ജീവനുള്ള സാന്നിധ്യമായിട്ട്. നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ? അതുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ കാലത്തും ഈശോ കൃത്യമായിട്ട് വിശുദ്ധ കുർബാനയിലൂടെ തന്നെ അടയാളങ്ങൾ കാണിച്ചത്. മറ്റൊരടയാളം ഇനി തരാനില്ല. ജീവന്റെ അപ്പം ഞാനാണ്. ആ വിശുദ്ധ കുർബാനയാണ് നിങ്ങൾക്കുള്ള ഏറ്റവും വലിയ അടയാളം ഈശോ കാണിച്ചു. ആ അടയാളത്തിൽ, ആ വിശുദ്ധ കുർബാനയിൽ ജീവനുള്ള സാന്നിധ്യമായി ഞാൻ ഉണ്ട് എന്ന് ബോധ്യം കിട്ടാൻ വേണ്ടി കർത്താവ് കാലങ്ങളായിട്ട് എന്തോരം അടയാളങ്ങൾ സഭയിൽ കാണിച്ചു തന്നു. നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. AD 700-കളിൽ ലാൻസിയാനോയിൽ ഉണ്ടായ വലിയ ദിവ്യകാരുണ്യ അത്ഭുതം. ഇപ്പോഴും പ്രിസർവ് ചെയ്യപ്പെടുന്ന, ഇപ്പോഴും അതേപടി നിലനിൽക്കുന്ന ഈശോയുടെ വലിയ ദിവ്യകാരുണ്യ അത്ഭുതങ്ങളൊന്ന്. AD 1200-കളിൽ ബോൾസേനോ, ഇറ്റലിയിലെ മറ്റൊരു സ്ഥലത്ത് ഉണ്ടായിട്ടുള്ള വലിയ ദിവ്യകാരുണ്യ അത്ഭുതം. 100 കണക്കിന് അത്ഭുതങ്ങൾ കേട്ടിട്ടുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട കാർലോ അക്വിറ്റിസ് ഫേമസ് ആയതുപോലും ഈ ഒരൊറ്റ കാര്യത്തിലാണ്. ഈശോയുടെ ദിവ്യകാരുണ്യമായിട്ട് ബന്ധപ്പെട്ട അനേകം അത്ഭുതങ്ങൾ ശേഖരിച്ച് ഇന്റർനെറ്റിൽ അതൊരു ഫയലായിട്ട് വെച്ച് ലോകത്തിന്റെ മുമ്പിൽ ഒരു ഇന്റർനെറ്റ് മിഷണറി ആയിട്ട്, നമ്മുടെ ലിയോ മാർപ്പാപ്പയുടെ വാക്കിൽ ഡിജിറ്റൽ മിഷണറി ആയിട്ട് അദ്ദേഹം മാറി. പറഞ്ഞേ ഹല്ലേലൂയ. നമ്മൾ ജീവിക്കുന്ന ഒരു ദേശം, ആ ദേശത്തോടാണ് കർത്താവ് വീണ്ടും ചോദിക്കുന്നത്, ഞാൻ ഇത്രയും അടുത്ത് വന്നിട്ട് നിങ്ങൾക്ക് ഇനിയും എന്നെ മനസ്സിലാവുന്നില്ല എന്ന് ചോദിച്ചുകൊണ്ട് ഈ കേരള സഭയുടെ മുമ്പിൽ വന്നുകൊണ്ടാണ് ഈശോ ഈ ഒരു കാലഘട്ടത്തിൽ മറ്റൊരു അടയാളം തലശ്ശേരി അതിരൂപതയിലെ ഒരു കുഞ്ഞ് ഇടവകയിൽ കൊണ്ട് കാണിച്ചു തന്നത്. ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, വിശ്വസിക്കുന്നു പറയാൻ വേണ്ടിയിട്ട് അവിടുത്തെ തിരുമുഖം തിരുവോസ്തിയിൽ പ്രത്യക്ഷപ്പെട്ട് കാണിച്ചു തന്നു. പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾ എത്ര പേരാ പള്ളി പോയി? കൈ പൊക്കിക്ക്. എൻ്റെ സ്വന്തം ഇടവകയാണ്, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. തൃശ്ശൂരിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ അവിടെ വരുന്നതെന്നാണ് എൻ്റെ വികാരിച്ചനിൽ നിന്ന് എനിക്ക് കിട്ടിയ അറിവ്. തൃശ്ശൂർ ജില്ലയിൽ നിന്നാണ് മിക്ക ദിവസങ്ങളും അവിടെ തൃശ്ശൂരിൽ നിന്ന് വരുന്നുണ്ടെന്ന് പറഞ്ഞു.
നിങ്ങളാണോ ആ തിരഞ്ഞെടുക്കപ്പെട്ട വംശം? പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പോണം അവിടെ കേട്ടോ. അച്ഛൻ്റെ പള്ളി ആയതുകൊണ്ട് പരിചയപ്പെടുത്തുകയല്ല. ഈശോയുടെ സാന്നിധ്യം നിങ്ങളുടെ പള്ളിയിലുണ്ട്. ഇന്ന് അർപ്പിച്ച പരിശുദ്ധ ബലിയിലും ഉണ്ട്. അതുണ്ടെന്ന് നിങ്ങൾക്ക് ബോധ്യം കിട്ടാൻ ഈശോ മറ്റൊരു അടയാളം കൂടെ കാണിച്ചു തന്നു. തലശ്ശേരി അവതരൂരിലെ കുഞ്ഞു പള്ളി, വിളക്കിൻ്റെ ഒരു പള്ളി. ഞാൻ പല സ്ഥലങ്ങളിലും രാജ്യങ്ങളിലൊക്കെ ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ എന്നെ നന്നായിട്ട് അറിയാവുന്ന നല്ല സൗഹൃദമുള്ള അച്ഛന്മാരൊക്കെ എന്നെ കളിയാക്കാൻ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്, ഞങ്ങളുടെ പള്ളി 5 പൈസ നാണയത്തിൻ്റെ ഷേപ്പിലായിരിക്കുന്നത്. ഓർക്കുന്നുണ്ടോ 5 പൈസയൊക്കെ? പണ്ടത്തെ 5 പൈസ നാണയത്തിൻ്റെ ഷേപ്പിലായിരിക്കുന്നത്. അപ്പം പരിചയപ്പെടുത്തുമ്പോൾ ഇല്ലെങ്കിൽ കൂട്ടുകാരച്ചന്മാരൊക്കെ ചിലപ്പോൾ ഇങ്ങനെ അറിയാവുന്നവരും പെട്ടെന്ന് പരിചയപ്പെടുന്നവരൊക്കെ ഈ പള്ളിയെക്കുറിച്ച് അറിയാവുന്നവരൊക്കെ ചോദിക്കുക, 5 പൈസ നാണയത്തിൻ്റെ ഷേപ്പിലുള്ള പള്ളിയല്ലേ? ഈ അടുത്തിടയ്ക്ക് പുറത്തുനിന്ന് ഒരു അച്ഛൻ എന്നെ വിളിച്ചു, അച്ഛാ നിങ്ങളുടെ പള്ളിയിൽ. ഞാൻ പറഞ്ഞു അതെ ഞങ്ങളുടെ പള്ളിയിൽ. എന്നിട്ട് അച്ഛനോട് അല്ലേ 5 പൈസ നാണയത്തിൻ്റെ പള്ളി, നിങ്ങൾ വലിയ ടീമുകളായാലേന്നു. ഞാൻ അച്ഛനോട് തിരിച്ചു പറഞ്ഞത്, അച്ഛനോട് മാത്രമായിട്ടല്ല, സൗഹൃദത്തിൽ പറഞ്ഞാണ്. എനിക്കൊരു ബോധം, ഒരുറപ്പിതാണ്, 5 പൈസ നാണയത്തിൻ്റെ ഷേപ്പിലുള്ള പള്ളിയിലേക്ക് 5 ഭൂഖണ്ഡങ്ങളിൽ നിന്ന് ഈശോയുടെ സാന്നിധ്യം ശക്തമായിട്ട് അനുഭവിച്ചറിയാൻ, സാക്ഷ്യപ്പെടുത്താൻ ആൾക്കാർ വരും. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തി പറഞ്ഞേ ഹല്ലേലൂയ. 2 കരങ്ങൾ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. അടയാളമാണ്, അടയാളം. ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, പോവത്തില്ല, നിങ്ങളെ ഒറ്റയ്ക്കാക്കി പോവത്തില്ല, യുഗാന്ത്യം വരെ ഞാൻ കൂടെ തന്നെ കാണുമെന്ന് ഈശോ കാണിച്ചു തന്ന മറ്റൊരു അടയാളമാണ്. ശക്തി പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷം പറഞ്ഞേ ഹല്ലേലൂയ. ഇവിടെ സ്വരങ്ങൾ. അതുകൊണ്ട് ഇന്ന് നമ്മൾ ഈ വചന ശുശ്രൂഷൻ്റെ അവസാനത്തെ ഒരു സമയത്തേക്ക് കടക്കുന്നു. ഒറ്റ തീരുമാനം എടുക്കുക, നമ്മുടെ ഏറ്റവും വലിയ പ്രാർത്ഥന, ഏറ്റവും വലിയ ആരാധനയായ പരിശുദ്ധ കുർബാനയ്ക്ക് പ്രാധാന്യം കൊടുക്കുക. ഐ പ്രോമിസ് യു വിൽ നെവർ വാക്ക് അലോൺ. നിങ്ങൾ ഒറ്റയ്ക്കായി പോകത്തില്ല. നിങ്ങളുടെ എല്ലാ മുറിവുകൾക്കും, നിങ്ങളുടെ എല്ലാ ഒറ്റപ്പെടലുകൾക്കുള്ള ഏറ്റവും വലിയ മരുന്ന് നിങ്ങളുടെ അബാൻഡൻമെൻറ്റ്. നിങ്ങളെ ആരെങ്കിലും തഴഞ്ഞു കളഞ്ഞു, അകത്തി മാറ്റി നിർത്തി, ആ മുറിവുകളെല്ലാം സൗഖ്യപ്പെടുത്താൻ വേണ്ടി ഈശോ തന്നിരിക്കുന്ന ആ ഒരു മുറിഞ്ഞ് ഈശോ തന്നിരിക്കുന്ന ആ മരുന്നാണ് വിശുദ്ധ കുർബാന. അവിടെ നിങ്ങളെ ഈശോ എല്ലാം മാറ്റിയെടുക്കും. വിശുദ്ധ അഗസ്തീനോസ് പുണ്യാളൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഈശോയുടെ ദിവ്യകാരുണ്യം ഞാൻ സ്വീകരിക്കുമ്പോൾ, ബലിപീഠത്തോട് ഞാൻ ചേരുമ്പോൾ അവൻ എന്നെ എടുത്ത് മാറ്റി അനുഗ്രഹിക്കുന്നു. ഹി ടേക്സ് ചേഞ്ചസ് ആൻഡ് ബ്ലെസ്സസ് മീ. എന്നെ എടുത്ത് മാറ്റി അനുഗ്രഹിക്കുന്നു. ഓരോ തവണ ബലിയർപ്പിക്കാൻ പോകുമ്പോഴും നിങ്ങളെ അഗസ്തീനോസ് പുണ്യാളൻ ഒരു വിഷൻ പോലെ കിട്ടുകയാണ്, എടുത്ത് മാറ്റി അനുഗ്രഹിക്കുന്നു. പുണ്യാളൻ അതിനെ വ്യാഖ്യാനിച്ച് എഴുതുന്നത് ഇങ്ങനെയാണ്. പൗലോസിന്റെ ആ വാക്കുകളും ഈശോയുടെ വാക്കുകളും ഒക്കെ കൂടെ ചേർത്തിട്ട് പറയാണ്. വിശുദ്ധ കുർബാനയുടെ സ്ഥാപന വചനങ്ങൾ നിങ്ങൾ ഓർക്കുന്നുണ്ട്. അവൻ അപ്പം എടുത്ത് വാഴ്ത്തി, മറ്റൊരു വാക്ക് ആശീർവദിച്ച്, എന്നിട്ട് എന്നാ ചെയ്തു? മുറിച്ച് കൊടുത്തു. പറഞ്ഞേ ഹല്ലേലൂയ. അഗസ്തീനോസ് പുണ്യാളൻ ഈ 4 വാക്കുകളെയാണ് പിടിച്ചേക്കുന്നത്. അവൻ എടുത്തു, വാഴ്ത്തി എന്ന് വെച്ചാൽ ആശീർവദിച്ചു, മുറിച്ചു, കൊടുത്തു. വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന ഒരു വ്യക്തിയിലും ഇതേ കാര്യം ഈശോ ചെയ്യുന്നു. നന്നായിട്ട് മനസ്സിലാക്കിയേ. അവൻ എന്നെ എടുക്കുന്നു. കിട്ടുന്നുണ്ടോ? പരിപാടി കിട്ടുന്നുണ്ടോ ഈശോടെ? അതായത് നിന്നെ സഹായിക്കാൻ ആരുമില്ല, നിന്റെ കാൽച്ചോട്ടിൽ നിന്ന് മണ്ണൊലിച്ച് പൊക്കോണ്ടിരിക്കുകയാണ്, നിന്നെ സഹായിക്കാൻ ആരുമില്ല. കുഞ്ഞു വാവയായിരുന്നപ്പോൾ ഇങ്ങനെ കൈ നീട്ടി പിടിച്ച് കരഞ്ഞില്ല, അപ്പാ എന്നെ ഒന്ന് എടുക്കുക, അമ്മ എന്നെ ഒന്ന് നോക്ക്. ഇപ്പൊ വലിയ കുഞ്ഞുങ്ങളായി കഴിഞ്ഞിട്ടും വലിയവരായി കഴിഞ്ഞിട്ടും ചിലപ്പോൾ നിങ്ങൾ സങ്കടപ്പെട്ടു കൊണ്ട് എന്നെ ഒന്ന് എടുക്കാൻ, എന്നെ ഒന്ന് ചേർത്ത് പിടിക്കാൻ എനിക്ക് ഒരാളില്ല. വിശുദ്ധ കുർബാനയ്ക്ക് പോ കൊച്ചൻ. നീ എത്ര വലിയ ആളായാലും ഈശോയുടെ കുഞ്ഞാണ്. നിന്നെ ഈശോ എടുക്കുവാണ്. ഈ സങ്കടത്തോടെ, ഈ വേദനയോടെ, ഈ കടം, ഈ രോഗം വേദനയോടെ, നിന്റെ കീറി മുറിയുന്ന ഈ ചങ്കോടെ ഈശോ നിന്നെ എടുക്കുകയാണ്. ബലിയർപ്പിക്കുന്നത് നിന്നെ ഈശോ എടുക്കുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയ. നമ്മൾ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ വൈദികരൊക്കെ നമ്മളോട് പറയില്ലേ, ഈ പ്രാർത്ഥനയിൽ കാഴ്ചവെക്കുന്ന ഈ അപ്പത്തോടും വീഞ്ഞിനോടുമൊപ്പം നിങ്ങളെയും ദൈവതിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുക? ബലിയർപ്പിക്കുന്ന എന്നെ, എൻ്റെ കുറവുകളെ, എൻ്റെ സങ്കടങ്ങളെ, എൻ്റെ ശരീരത്തെ എല്ലാം ഈശോ എടുക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. കേൾക്കുന്നുണ്ടോ? നിങ്ങൾ എടുക്കുന്നുണ്ടെന്ന്, സങ്കടപ്പെടല്ലെന്ന്. ആരെടുത്തിട്ടുണ്ട് ചേച്ചി? ആരെടുത്തിട്ടുണ്ട്? ഈശോ എടുത്തിട്ടുണ്ടെന്ന് വെച്ചാൽ എന്നെ ഈ 70-80 കിലോ എടുത്തെന്നല്ല, എന്നെ പൂർണ്ണമായിട്ട് എൻ്റെ സങ്കടങ്ങളും എൻ്റെ സ്വപ്നങ്ങളും എല്ലാം ഈശോ എടുത്തിട്ട് എന്താ ചെയ്യുന്നേ? അവൻ വാഴ്ത്തി ആശീർവദിക്കുകയാണ്. നാട്ടുകാർ പറഞ്ഞു, വീട്ടുകാർ പറഞ്ഞു, നാശം, ശാപം കൊള്ളത്തില്ല. നമ്മൾ തന്നെ ചങ്കത്തടിച്ച് പറഞ്ഞു, ഈ ജീവിതം പോയി, ഒന്നിനും കൊള്ളത്തില്ലാത്തൊരു ജീവിതം, ഒന്നിനും കൊള്ളത്തില്ല.
നാട്ടുകാരും വീട്ടുകാരും പഠിപ്പിച്ചവരെല്ലാം പറഞ്ഞു നീ ഒരു ശാപമാണ്. ആ ശാപത്തെ, ആ കൊള്ളത്തിൽ നിന്ന് ലോകം വിധി കൽപ്പിച്ച നിന്നെ തീർത്ത് പോയി ആത്മഹത്യ ചെയ്യാമെന്ന് വിചാരിച്ച ഒരു ഉപകാരമില്ലെന്ന് നീ തന്നെ വിധി കൽപ്പിച്ച നിന്റെ ജീവിതത്തെ കുഞ്ഞെ ഈശോ എടുത്ത് വാഴ്ത്തുകയാണ്. വാഴ്ത്തുക എന്ന് വെച്ചാൽ ആശീർവദിക്കപ്പെട്ട ഒരു ജീവിതമായിട്ട് നീ മാറുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയ. സകല സങ്കടങ്ങളും മാറ്റുന്ന മരുന്നാണ് വിശുദ്ധ കുർബാന. സകല ശാപങ്ങളെ അഴിച്ചു മാറ്റുന്ന മരുന്നാണ് വിശുദ്ധ കുർബാന. മനുഷ്യരുടെ വാക്കുകളോ പിശാചിന്റെ കൂരമ്പുകളോ ഇനി നിങ്ങളുടെ തന്നെ വാക്കുകൾ, ചിന്തകൾ നിങ്ങളെ ശപിച്ചിട്ടുണ്ടെങ്കിൽ ആ ശാപത്തിന്റെ പുഴുക്കുത്തുകളെ മുഴുവൻ അഴിച്ചു മാറ്റാൻ ഈശോയുടെ ആശീർവാദം മതി. ആ ആശീർവാദം സംഭവിക്കുന്നത് വിശുദ്ധ കുർബാനയിലാണ്. അവൻ നിന്നെ എടുത്ത് വാഴ്ത്തി ആശീർവദിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. അടുത്തൊരു സ്റ്റെപ്പിൽ ഒരു മുറിക്കലുണ്ട്. എൻ്റെ അമ്മച്ചി എന്നോട് പറഞ്ഞു തന്നൊരു കാര്യമാണ്, മോനെ നിന്നോട് ആരെങ്കിലും എന്നെ മോനെ നീ എന്നൊക്കെ വിളിക്കുന്നത്, അമ്മയായതുകൊണ്ട് പിന്നെ ഞാൻ ക്ഷമിച്ചു പോട്ടെ, സ്നേഹത്തോടെ അമ്മയോട് പറഞ്ഞൊരു കാര്യമാണ്. അതായത് ഇപ്പം ഞങ്ങൾ അച്ഛന്മാരൊക്കെ ഇത് കേൾക്കുന്നല്ല കേട്ടോ, കുഞ്ഞുകാര്യമൊന്നുമല്ല, കുഞ്ഞുകാര്യമാണെന്നാലും പുരോഹിതർക്ക് അതൊരു വലിയ കാര്യമൊന്നും ആയിരിക്കില്ല. ചിലപ്പോൾ നന്നായിട്ടത് മനസ്സിലാക്കിയിട്ടുള്ളതുകൊണ്ട് അച്ഛന്മാർക്കൊക്കെ ഇത് നന്നായിട്ട് അറിയാം. അമ്മയോട് പറഞ്ഞൊരു കാര്യമാണ്. അതായത് ഇപ്പോൾ അച്ഛന്മാരോട് ഒത്തിരി പേര് ആൾക്കാർ പ്രാർത്ഥന നിയോഗങ്ങൾ പറയുമല്ലോ. അച്ഛൻ കുർബാനയ്ക്ക് പോകുമ്പോൾ ഇല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ എൻ്റെ ഈ നിയോഗം ഓർക്കണേ. അമ്മയോട് പറഞ്ഞൊരു കാര്യമാണ്, അതൊരു ദൈവദൂത് പോലെ ഞാനത് ഏറ്റെടുത്തിട്ടുണ്ട്. അതായത് നമ്മളിപ്പോൾ ഏത് ആരാധനക്രമത്തിൽ സിറോ മലങ്കരയോ മലബാറോ ലാറ്റിൻ ആരാധനക്രമത്തിൽ ബലിയർപ്പിക്കുമ്പോഴും പുരോഹിതൻ വിശുദ്ധ കുർബാന സ്വീകരണത്തിന് മുമ്പ് ആ ഈശോയുടെ ശരീരം മുറിക്കുന്നുണ്ടല്ലേ, മുറിക്കുന്നുണ്ട്. മുറിച്ചിട്ടാണ് അത് പിന്നെ രക്തത്തിൽ മുക്കുന്നു. റൂസ്മ ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്, നമുക്കതിനെക്കുറിച്ചൊക്കെ അറിയാം. ലത്തീൻ ആരാധനക്രമത്തിലാണെങ്കിൽ എടുത്തുയർത്തി ഇതാ ജീവിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. എല്ലാ ആരാധനക്രമങ്ങളിലും ഈ മുറിക്കുന്നൊരു ശുശ്രൂഷയുണ്ട്. അമ്മയോട് പറഞ്ഞതാണ്, ആ മുറിക്കുന്ന സമയത്ത് നിന്നോട് ചിലപ്പോൾ ഒരു 100 പേര് പല നിയോഗങ്ങൾ പറഞ്ഞിട്ടുണ്ടാകും. പക്ഷേ നിനക്കറിയാലോ മോനെ, ഒരു പുരോഹിതന നിലയിൽ ഇന്ന് നിന്നോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞവരിൽ ഏറ്റവും സങ്കടമുള്ളവർ, ഏറ്റവും വലിയ വേദന അനുഭവിക്കുന്നവർ, ഇല്ലെങ്കിൽ നിൻ്റെ തന്നെ ഒരു പ്രശ്നം ആയിക്കൊള്ളട്ടെ, നിൻ്റെ ഏറ്റവും വലിയ സങ്കടത്തെ ഈശോയുടെ ശരീരം മുറിക്കുന്ന ശുശ്രൂഷ സമയത്ത് ഓർക്കാൻ പറഞ്ഞു. പാവൊരമ്മയുടെ തിയോളജിയാണ്. ആ സമയത്ത് അത് മുറിക്കണം. ഈശോയുടെ ശരീരം മുറിയപ്പെടുന്ന സമയം, അങ്ങനെ മുറിക്കാൻ പുരോഹിതനൊരു അനുവാദവും അനുഗ്രഹവും കിട്ടുന്നൊരു സമയം. നീ അപ്പം മുറിക്കുന്നത് അപ്പമല്ല, ആ സമയം അപ്പം മുറിക്കുന്ന സമയത്ത് അപ്പോൾ തന്നെ ആ പ്രശ്നം മുറിയപ്പെടും. എനിക്ക് പറയാനൊരു 100 കണക്കിന് സാക്ഷ്യമുണ്ട്. അതായത് വിശുദ്ധ കുർബാന മുറിക്കുന്ന, ഈശോയുടെ ശരീരം മുറിക്കുന്ന സമയത്ത് ഒരു പ്രത്യേക നിയോഗം പറയുമ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങളുടെ ഇടവകയിലെ വൈദികർ നിങ്ങൾ ബലിയർപ്പിക്കുന്ന സമയത്ത് അവർ ഈശോയുടെ ശരീരം മുറിക്കുന്ന ആ സമയം നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം, ആ പ്രാർത്ഥന അറിയാം. ആ സമയത്ത് നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം, ഈശോയെ നിൻ്റെ ശരീരം മുറിക്കപ്പെടുന്ന ഈ സമയത്ത് എൻ്റെ ഈ പ്രശ്നത്തെ മുറിക്കണേ. വീട്ടിലൊരു പ്രശ്നമായിരിക്കാം, നിങ്ങളുടെ രോഗമായിരിക്കാം, നിങ്ങളുടെ ഒരു പരാജയമായിരിക്കാം, ഇത് മുറിക്കണം, ചിതറിച്ച് കളയണം. പറഞ്ഞേ ഹല്ലേലൂയ. അവൻ എടുത്ത് വാഴ്ത്തി മുറിച്ചു. 4ാമത് ചെയ്ത കാര്യം അത് വിളമ്പി കൊടുത്തു. എന്ന് വെച്ചാൽ ബലിയർപ്പിച്ച ഒരുത്തൻ്റെ ജീവിതം ഉപകാരമില്ലാത്തതായി പോകത്തില്ല, അനേകർക്ക് അനുഗ്രഹമായിട്ട് മാറും. വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന ഒരാളുടെ ജീവിതം എടുത്ത് വാഴ്ത്തി മുറിച്ച് അനേകർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ജീവിതമാക്കി നിന്റെ ജീവിതത്തെ കർത്താവ് മാറ്റും. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തനെ ഹല്ലേലൂയ. 2 കരങ്ങൾ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നു മുതൽ നിങ്ങൾ അർപ്പിക്കുന്ന പരിശുദ്ധ ബലികൾ ഏറ്റവും ഒരുക്കത്തോടെ നമ്മൾ മുട്ടുകുത്തിയെന്നും കൈവിരിച്ചു പിടിച്ചും എഴുന്നേറ്റെന്നും ഇരുന്നും ഒക്കെ ആരാധിച്ചുകൊണ്ടാണ്. വലിയൊരു സഭയുടെ ഏറ്റവും വലിയ ആരാധന നമ്മുടെ ശരീരം മുഴുവൻ ഉപയോഗിച്ചുകൊണ്ട് ആരാധിക്കുന്നത്. ഈശോ നമുക്ക് ആ ശരീരം തന്നു, നമ്മുടെ ശരീരം ഉപയോഗിച്ച് ഈശോയെ ആരാധിക്കുകയാണ്. നിങ്ങൾ ഇരുന്ന് ബലിയർപ്പണത്തിൻ്റെ സമയത്തൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഓർക്കണം, യോഹന്നാനെ പോലെ മറിയത്തെ പോലെ ഈശോയുടെ അടുത്താണ് ഞാൻ ഇരിക്കുന്നത്. കിട്ടുന്നുണ്ടോ? വചനം വായിക്കുന്ന സമയത്തൊക്കെയാണ്, ഇല്ലെങ്കിൽ പ്രസംഗത്തിൻ്റെ സമയത്തൊക്കെയാണ് നമ്മൾ കൂടുതൽ സമയം ഇരിക്കുക. ആ സമയത്ത് അച്ഛൻ്റെ പ്രസംഗം എന്താണ്, അച്ഛൻ ഇത് എപ്പോൾ നിർത്തും, ഒന്നും ഓർത്തോണ്ടിരിക്കല്ലേ, ഞാൻ ആരുടെ അടുത്തിരിക്കുകയാണ്. കുർബാനയുടെ സമയത്ത് ഇരിക്കുന്ന ഓരോ സമയം ഓർക്കണം, ഈശോയുടെ നെഞ്ചോട് യോഹന്നാൻ ചേർന്നിരുന്ന പോലെ, ഈശോയുടെ കാൽച്ചോട്ടിൽ മറിയം ചേർന്നിരുന്നത് പോലെയാണ് കുർബാനയുടെ സമയത്ത് നമ്മൾ ഇരിക്കേണ്ടത്. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. നിൽക്കുന്ന സമയത്ത് തന്നെ ഓർക്കണം എന്നറിയോ, ഒത്തിരി വ്യാഖ്യാനങ്ങൾ സഭ നമുക്ക് തരുന്നുണ്ട്. അച്ഛൻ നിങ്ങളുടെ കയ്യിലോട്ട് തരുന്നതാണ്. നിൽക്കുന്ന സമയത്ത് നിങ്ങൾ ഓർക്കണം, ഈശോ നിൽക്കുന്നതായിട്ട് സ്റ്റെഫാനോസ് കാണുന്നുണ്ട്. എപ്പോഴാണ്?
ഈ സ്റ്റീഫൻ ഈ കല്ലേറ് കൊള്ളുന്ന സമയത്ത് ഈശോ ഇങ്ങനെ നിൽക്കുകയാണ്. എൻ്റെ ഒരു അർത്ഥം ഇതാണ്, മോനെ സ്റ്റീഫ, ഈ വേദന, ഈ കല്ലേറൊന്നും അല്ല, നമ്മൾ ജയിച്ചിട്ടുണ്ട്, ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ട്, എഴുന്നേറ്റ് കർത്താവ് നിൽക്കുന്നുണ്ട്. വെളിപാട് പുസ്തകം 14-ാമത്തെ അധ്യായം 1-ാം വാക്യം നമ്മൾ വായിക്കുന്നുണ്ട്, ഒരു കുഞ്ഞാട് നിൽക്കുന്നത് ഞാൻ കണ്ടു, അവൻ്റെ കൂടെ തിരഞ്ഞെടുക്കപ്പെട്ട 144,000 പേരും. നിൽക്കാന്ന് വെച്ചാൽ ഒരു അധികാരത്തിന്റെ, വിജയത്തിന്റെ അടയാളമാണ്. വിശുദ്ധ കുർബാന അർപ്പിക്കാൻ നിങ്ങൾ നിന്നുകൊണ്ട് അർപ്പിക്കുന്ന പ്രാർത്ഥനയുടെ സമയത്തെല്ലാം ഓർക്കണം, വിജയിച്ച കർത്താവിന്റെ കൂടെ ഞാൻ നിൽക്കുകയാണ്. എൻ്റെ സങ്കടത്തിന്റെ മേൽ, എൻ്റെ രോഗത്തിന്റെ മേൽ, എൻ്റെ വേദനകളുടെ മേലെല്ലാം ഞാൻ വിജയിച്ചിരിക്കുന്നു. കാരണം ഇതിന്റെ മേലെല്ലാം ഈശോ വിജയിച്ചിരിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. പിടികിട്ടുന്നുണ്ടോ? ഇരിക്കുമ്പോ ആരുടെ അടുത്തിരിക്കുന്നു? ഈശോയുടെ അടുത്ത്. നിൽക്കുമ്പോ വിജയിച്ച, സ്വർഗത്തിൽ എഴുന്നള്ളി നിൽക്കുന്ന ആ കുഞ്ഞാടിന്റെ കൂടെ ഞാനും വിജയിച്ച് നിൽക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുന്ന സമയം, വിശുദ്ധ കുർബാനയിൽ പല ആരാധനാക്രമങ്ങളിൽ പല സമയങ്ങളാണ് മുട്ടുകുത്തി നിൽക്കുക. ഓരോ തവണ നിങ്ങൾ മുട്ടുകുത്തി നിൽക്കുമ്പോൾ ഓർത്തോണം, ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായം 10-ാം വാക്യം, ഇത് ഈശോയുടെ നാമത്തിന്റെ മുമ്പിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള എല്ലാ മുട്ടുകളും മടങ്ങുന്നതിന് വേണ്ടിയാണ്. ആ മുട്ട് മടങ്ങുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ ആരാധന എക്സ്പ്രസ് ചെയ്യുന്ന ഒരു സമയമാണ്. എൻ്റെ അടുത്തിരുന്ന ഈശോ, എൻ്റെ കൂടെ നിന്ന ഈശോ, ആ ദൈവത്തെ ഞാൻ സർവവും സമർപ്പിച്ച് ആരാധിക്കുന്ന സമയമാണ് മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുക. പറഞ്ഞേ ഹല്ലേലൂയ. ഓർത്ത ഇതൊരു ദൂതായിട്ട് ഹൃദയത്തിലൂടെ എടുക്കുക. എന്ത് വലിയ വേദന, മുട്ടുവേദനയുള്ളവർ ബുദ്ധിമുട്ടി പ്രാർത്ഥിക്കുക. ഞാനും നിങ്ങളുടെ കൂടെ കൂടാം. മുട്ടുകുത്തി പ്രാർത്ഥിക്കും. പ്രത്യേകിച്ച് വലിയ സങ്കടങ്ങളൊക്കെ ഉള്ള സമയത്ത് എനിക്ക് നന്നായിട്ട് അറിയാവുന്ന കുറച്ച് പേര് വിശുദ്ധ കുർബാനയൊക്കെ ഫുൾ ടൈം മുട്ടുകുത്തി നിന്ന് ബലിയർപ്പിക്കും. വലിയ പ്രശ്നങ്ങളുള്ള ആൾക്കാർ, പ്രശ്നങ്ങൾ എങ്ങനെ ചിതറി മാറിപ്പോകുന്ന സാക്ഷികൾ കേട്ടിട്ടുണ്ട്. മുട്ടുകുത്തി നിന്ന് ബലിയർപ്പിക്കും. ചിലപ്പോൾ ആൾക്കാർ കളിയാക്കും, നിങ്ങളെ കളിയാക്കലും നോക്കരുത്. വലിയ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നോ, വലിയൊരു നിയോഗം ഉണ്ടോ, മുട്ടുകുത്തി നിന്ന് ബലിയർപ്പിക്കുക. ഈ അപ്പോസ്തല പ്രവർത്തനം 7-ാമത്തെ അധ്യായത്തിൽ കാണുന്നുണ്ട്, കല്ലേറ് കൊള്ളുന്ന സമയത്ത് സ്റ്റീഫൻ മുട്ടുകുത്തി നിൽക്കുകയാണ്. വെച്ചാൽ വലിയ വേദന, കല്ലേറ്, സങ്കടങ്ങളൊക്കെ വരുന്നു, നിങ്ങളുടെ ശരീരത്തിന് നോവുണ്ടാകുന്നു. മുട്ടുകുത്തി എന്ന് പ്രാർത്ഥിച്ചോ, സ്വർഗത്തിൽ കർത്താവ് നിൽക്കുന്നത് നിങ്ങൾ കാണും. നിൽക്കാന്ന് വെച്ചാൽ വിജയം കർത്താവ് തരും. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോസ്തല പ്രവർത്തനത്തിൽ തന്നെ കാണുന്നുണ്ട്, 9-ാമത്തെ അധ്യായത്തിലാണെന്ന് എൻ്റെ ഓർമ്മ, ഈ തബീത്തയെ സൗഖ്യപ്പെടുത്തുന്ന, എഴുന്നേൽപ്പിക്കുന്ന സമയത്ത് പത്രോസ്ലീഹ മുട്ടുകുത്തി നിന്നാണ് പ്രാർത്ഥിക്കുന്നത്. വലിയ രോഗസൗഖ്യം, മരണതുല്യമായൊരു സമയത്ത് നിന്ന് ഒരാളെ കയറ്റിക്കൊണ്ടു പോകാൻ, എഴുന്നേൽപ്പിക്കാൻ വേണ്ടി പത്രോസ്ലീഹ മുട്ടുകുത്തി നിന്നാണ് പ്രാർത്ഥിക്കുക. പറഞ്ഞേ ഹല്ലേലൂയ. പൗലോസ്ലീഹയെ നമ്മൾ കാണുന്നുണ്ട്. പൗലോസ്ലീഹ അപ്പോസ്തല പ്രവർത്തനത്തിന്റെ അവസാന അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ കൂട്ടായ്മയിൽ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ അസാധ്യമായ ചില കാര്യങ്ങളുടെ മുമ്പിൽ ബലിയർപ്പണത്തിന്റെ സമയത്ത് മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ചോ, അസാധ്യമായെന്ന് നമുക്ക് തോന്നിപ്പോയ ചില കാര്യങ്ങളുടെ മേൽ കർത്താവ് അനുഗ്രഹം തരും. വലതുവർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സൗരങ്ങളെ, നമ്മൾ അവസാനിപ്പിക്കുന്നു. വിശുദ്ധ കുർബാന നിങ്ങൾ സ്വീകരിക്കുന്ന സമയത്ത് ആരാധനയോടെ സ്വീകരിക്കണം. നമുക്ക് സങ്കടം തോന്നുന്നുണ്ട് ചില സമയത്തൊക്കെ വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ വേണ്ടി ആൾക്കാർ ഇങ്ങനെ കൈയും കെട്ടിയും കൈ വീശിയൊക്കെ അപ്പം കിട്ടാൻ പോകുന്ന പോലെ, ചോറ് കിട്ടാൻ പോകുന്ന പോലെ, കല്യാണ പന്തലിലേക്ക് തിക്കുകൂടി പോകുന്ന പോലെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി വളരെ അശ്രദ്ധയോടുകൂടി ഓർക്കണേ, നിങ്ങൾ സമീപിക്കുന്നത് ആ തീക്കട്ടയാണ്. ഏശയുടെ നാവിനെ സ്പർശിച്ച ആ തീക്കനലാണ് നിങ്ങളുടെ നാവിനെ സ്പർശിക്കാൻ വേണ്ടി പോകുന്നത്. നിങ്ങളെ ശുദ്ധീകരിക്കുന്ന ദൈവത്തിന്റെ തീക്കട്ട, തീജ്വാല. ആ തീജ്വാല നിങ്ങളുടെ അടുത്തേക്ക് ഇറങ്ങി വരുന്ന സമയമാണ് ദിവ്യകാരുണ്യ സ്വീകരണത്തിന്റെ സമയം. ആരാധനയോടെ ചെല്ലണം. വിശുദ്ധ അഗസ്തീനോസ് പുണ്യാളൻ പറയുന്നുണ്ട്, കുർബാന സ്വീകരിക്കുന്നതിന് തൊട്ടു മുമ്പും കുർബാന സ്വീകരിച്ചതിന് ശേഷവും കുറച്ചു നേരം മൗനമായിട്ട് ആരാധിക്കുക. സ്വീകരണം ആരാധനയാണ്. ഈശോയെ സ്വീകരിക്കുന്ന വെച്ചാൽ ഈശോയെ ആരാധിക്കുന്നതാണ്. പറഞ്ഞേ ഹല്ലേലൂയ. നമുക്ക് ഈ AD 1000-കളിലൊക്കെ ഫ്രാൻസിലെ ക്ലൂണി സന്യാസികൾ, നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ ഗൂഗിളിൽ തപ്പി നോക്കുക. ക്ലൂണി സന്യാസികൾ അവിടെ ഈ തണുപ്പൊക്കെ കാരണം അവർ പിന്നെ വിശുദ്ധ കുർബാനയോ അല്ലെങ്കിൽ അവരുടെ പ്രാർത്ഥനകളൊക്കെ അവർ ഷൂസൊക്കെ ഇട്ടിട്ട് നിൽക്കുകയുള്ളൂ. പക്ഷേ ദിവ്യകാരുണ്യ സ്വീകരണത്തിന് സമയത്ത് അവരുടെ ഷൂസ് അഴിച്ചു മാറ്റും. അവർ പറയുന്ന ഇതാണ്, വി ആർ അപ്രോച്ചിങ് ദ ബേണിംഗ് ബുഷ്. കത്തി പട്ടിരുന്ന ആ തീജ്വാലയെ ഞങ്ങൾ സമീപിക്കുകയാണ്. ചെരിപ്പൂരി ഇട്ടുകൊണ്ട് ആണ് അവർ കുർബാന സ്വീകരിക്കുക. നമ്മുടെ നാട്ടിലെ ഒരു സന്ദർഭത്തിൽ ഇതിന് വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല. ഞാൻ ഈ വർഷം നമ്മുടെ ഏപ്രിലിൽ ഈസ്റ്ററിൻ്റെ സമയത്ത് പോളണ്ടിൽ ദിവ്യകാരുണ്യ ആ ഒരു സന്നിധിയിലാണ്, ദൈവകാരുണ്യയുടെ സന്നിധിയിലാണ്, വിശുദ്ധ ഫൗസ്റ്റീനാമ്മയുടെ പള്ളിയിൽ, കത്തീഡ്രലിൽ അവിടെ ബലിയർപ്പിക്കാനൊക്കെ ഒരു വലിയ അനുഗ്രഹം ഈശോ തന്നു. അവിടെ ഞാൻ കണ്ടതാണ്. പോളണ്ടിൽ ഞാൻ പിന്നീട് അറിഞ്ഞത്, പോളണ്ടിലെ മിക്ക പള്ളികളിലും ഇങ്ങനെയാണ്. പല രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് പോളണ്ടിൽ ഇന്നും ഈ 2025-ലും വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ വേണ്ടി ആൾക്കാർ മുട്ടുകുത്തി നിന്നേ സ്വീകരിക്കുള്ളൂ. നമ്മുടെയൊക്കെ അവസ്ഥ ഒന്ന് ഓർത്ത് നോക്കണം.
മുട്ടുകുത്തുന്ന ഒരു വിശുദ്ധ കുർബാന സ്വീകരിക്കുള്ളൂ. കാരണം ആരാധനയാണ്, മുട്ടുകുത്തി അവർ സ്വീകരിക്കുള്ളൂ. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. ഇവിടെ സ്വരങ്ങളെ നമുക്കിത് അവസാനിപ്പിക്കാം. ഈശോയുടെ പരിശുദ്ധ ബലി നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ. ഈശോയുടെ സാന്നിധ്യം കാണാൻ നിങ്ങൾ നിങ്ങളുടെ ദേവാലയങ്ങളിലേക്ക് ഓടിച്ചെല്ലുക. ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രം, ഏറ്റവും വലിയ അത്ഭുതത്തിൻ്റെ ഉറവിടം, ഈശോ ജീവിക്കുന്ന അടയാളമായി, അഗ്നിയായി, വാക്കായി ജീവിക്കുന്ന സാന്നിധ്യമായി ഇറങ്ങി വരുന്ന നിങ്ങളുടെ ബലിപീഠത്തോടെന്നും ചേർന്ന് നിൽക്കുക. യു വിൽ നെവർ വാക്ക് അലോൺ. നിങ്ങൾ ഒറ്റയ്ക്കായി പോവില്ല, നിങ്ങൾ ഒറ്റയ്ക്കായി പോവില്ല. പിശാചിന് നിങ്ങളെ തട്ടിയെടുക്കാൻ പറ്റില്ല, തിന്മ നിങ്ങളെ ഉപദ്രവിക്കില്ല, സാത്താൻ്റെ കോട്ടകൾ നിങ്ങൾക്കെതിരെ പ്രബലപ്പെടുകയില്ല. വലതുവർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ ഉയർത്തി അതിരം തുറന്ന് അല്പസമയം ഒന്ന് ശക്തമായിട്ട് സ്തുതി ചെയ്യ്. ഹല്ലേലൂയ, ഈശോയെ ആരാധന, ഈശോയെ Hallelujah.